Hello everyone. Good evening to all. കേൾക്കുന്നുണ്ടോ? ഈ ഓഡിബിൾ ആണോ? ഒന്ന് ചാറ്റിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോ ക്യാമറയ്ക്ക് ചെറിയ എന്തോ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് സ്ക്രീൻ ഷെയർ ആണെന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യാം. ഓക്കെ ഉള്ളൂ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. സോ എനിവേ, വെൽക്കം ടു ഓൾ. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ സീരീസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് വരാൻ പോകുന്ന അപ്കമിങ് PCB എക്സാംസിനുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഡെയിലി നിങ്ങൾക്ക് ഒരു 1.5 അവർ നമ്മുടെ സിലബസിലുള്ള സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം, അല്ലാത്തതാണെങ്കിൽ റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക എന്നുള്ളതിനേക്കാൾ നമ്മൾ മാക്സിമം സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഓക്കെ, ഫ്ലൂയിഡ് മെക്കാനിക്സ് വെച്ചിട്ടാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ വരുന്ന കുറച്ച് ചാപ്റ്ററുകൾ, ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, പ്രഷർ മെഷർമെന്റ്സ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ്, അതുപോലെ ബോയൻസി, ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു റിവിഷൻ പോലെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് പഠിച്ചു കഴിഞ്ഞവർക്ക് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന്, ഫോർമുലാസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യലോ. ഓക്കെ അല്ലേ? എല്ലാവരും ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഒന്ന് ചാറ്റിൽ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, അഞ്ജലി, അമൃത, താങ്ക് യു. ആര്യ, ആഷിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 1 by 1 ആയിട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫ്ലൂയിഡ് ഈസ് said to be Newtonian fluid when the shear stress is directly proportional to the velocity gradient, inversely proportional to the velocity gradient, independent of the velocity gradient, none of this. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി, അതായത് വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസുകൾ, പല എക്സാംസിനും ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. സിവിലിന്റെ ഏതൊരു എക്സാംസ്, എഫ് എം വരുന്ന ഏതൊരു എക്സാം എടുത്താലും വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് വിസ്കോസിറ്റി എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്താണ് നമ്മൾ വിസ്കോസിറ്റി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്ലൂയിഡ് ലേയേഴ്സ് അതിന്റെ തന്നെ ഫ്ലോന് ഒപ്പോസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടിയും അതിന്റെ കൂടെ തന്നെ ഫ്ലൂയിഡ്സിന് മോഷനും വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലൂയിഡിന് ഒരു മൂവിംഗ് ഫ്ലൂയിഡ് ആണ് പ്ലസ് വിസ്കോസിറ്റി വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, മൂവിംഗ് ഫ്ലൂയിഡ് ആണ് പ്ലസ് ആ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിനെന്ത് വരും, there is a shear stress. There is a shear stress between the layers. There is a shear stress between the layers. അപ്പൊ ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളൊരു ഫ്ലൂയിഡ് എടുക്കുന്നു, ആ ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ നമ്മൾ അവിടെ ഷിയർ സ്ട്രെസ്സിനെ കുറിച്ച് പറയേ വേണ്ട. ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ, ഒരു ഫ്ലൂയിഡ് സ്റ്റാറ്റിക് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വരുന്നത്, അവിടെ 0 ആണ് ഷിയർ സ്ട്രെസ് വരുന്നത്. ഓക്കെ, സോ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതാണ് ഞാൻ മോഷൻ എന്നുള്ളത്. ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ വിസ്കോസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ കൂടെ വിസ്കോസിറ്റി ഇല്ലാന്നുണ്ടെങ്കിലും അവിടെ എന്ത് വരുന്നില്ല, there is no shear stress. അപ്പൊ അവിടെ ആലോചിച്ച് വെക്കുക, ഫ്ലൂയിഡ് മൂവ് ചെയ്യുകയും ചെയ്യണം, there is a motion, and if that fluid there is a viscosity for that fluid, then there should be a shear stress between the layers. അപ്പൊ ഇവര് 3 പേരും, ആരൊക്കെ 3 പേരും, ആ മൂവിംഗ് വെലോസിറ്റി, മോഷൻ ഉദ്ദേശം എന്താണ്, there is a velocity അല്ലെ, ആ ഫ്ലൂയിഡിന് there is a velocity, and then there is a viscosity, and then there is a shear stress. ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻ തരുന്നതാണ് നമുക്ക് ആരെന്ന് പറയുന്നത്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ക്ലിയർ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അപ്പൊ ഈ ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ് പറയുന്നത്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ് പറയുന്നത്, the shear stress between the layers is proportional to the velocity gradient. ഇതാണ് എന്ത് പറയുന്നത്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്. ഓക്കെ, എന്താണ് വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി with respect to y. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു y. അപ്പൊ ഏതാണ് ഇവിടെ y വരുന്നത്, നമ്മുടെ ഒരു വെലോസിറ്റി പ്രൊഫൈൽ എടുത്താൽ ഇതാണ് നമ്മുടെ സർഫസ്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സർഫസ് ഇതാണ്. അപ്പൊ ഞാനിവിടെ നമ്മുടെ വെലോസിറ്റി പ്രൊഫൈൽ എടുക്കുന്നു. ഓക്കെ, then here is the velocity u and here is the distance y.
ഓക്കെ, നമ്മൾ ചെറിയൊരു സ്ട്രിപ്പ് എടുക്കുന്നു, അവിടെ ഡി യു എടുക്കുന്നു, അതിലോട്ടുള്ള ഡിസ്റ്റൻസ് dy. അങ്ങനെയാണെങ്കിൽ ഏതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്? du/dy ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ du/dy-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നാണ് എന്ത് പറയുന്നത്? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്. ദാറ്റ് ഈസ് ടോ പ്രൊപ്പോർഷണൽ ടു du/dy. Okay, that implies tau is equal to, there is a constant of proportionality mu into du/dy. Okay, and this mu is called as coefficient of viscosity. This mu is called as coefficient of viscosity. This mu is called as coefficient of viscosity or dynamic viscosity or simply viscosity okay, or simply viscosity. അതുപോലെ തന്നെ ഈ du/dy നമ്മൾ പറഞ്ഞ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. വെലോസിറ്റി ഗ്രേഡിയന്റ് നമ്മൾ വേറെ കുറച്ച് നെയിമിലും കൂടെ പറയാറുണ്ട്. വേറെന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷൻ or simply shear deformation rate. Okay, rate of shear deformation or simply നമ്മൾ എന്ത് പറയും? shear deformation rate എന്നും പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് ലോ പറയുന്നത്? എന്താണ്? shear stress is directly proportional to velocity gradient. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? a fluid is said to be Newtonian fluid when the shear stress is directly proportional to velocity gradient. ഓക്കെ, velocity gradient. അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ അതും കൂടെ പറയണം. എന്താണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ? the fluids which obeys Newton's law of viscosity. Okay, Newton's law of viscosity obey ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Newton's law of viscosity obey ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് അക്കോർഡിംഗ് ടു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്താണ് നമ്മൾ പറയുന്നത്? shear stress is directly proportional to the velocity gradient. That is option A is your answer here. Okay, clear അല്ലടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാലോ. നിങ്ങളൊന്ന് ചാറ്റിൽ റിപ്ലൈ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട് ചോദിക്കണം. ഓക്കെ, ക്ലിയർ, താങ്ക് യു. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റുകളാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേ ഇതുപോലെയുള്ള നമ്മളെ മാക്സിമം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 2 സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻ എ ഫ്ലൂയിഡ് the rate of deformation is far more important than the total deformation itself. Statement 2, a fluid continues to deform so long as the external forces are applied. Okay, option A ഉണ്ട്, option B, option C, option D. Okay, 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? എന്താണ് പറയുന്നത്? ഇൻ ഫ്ലൂയിഡ് the rate of deformation is far more important. ഏതാണ് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം du/dy ആണ് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ അല്ലെ? അതന്നെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞത്, ഡിഫോർമേഷൻ റേറ്റ് എന്ന് പറയുന്നത്. സോ ആ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദി ടോട്ടൽ ഡിഫോർമേഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, ടോട്ടൽ ഡിഫോർമേഷൻ നമ്മൾ എവിടെയും ടോട്ടൽ ഡിഫോർമേഷൻ പറയുന്നില്ല. നമ്മൾ ആ ഫ്ലൂയിഡ് എത്ര ഡിഫോം ചെയ്തു, ഇപ്പൊ നിങ്ങൾ ഒരു ലിക്വിഡ്, ഒരു വാട്ടർ എടുത്തു, ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിലത്തൊഴുക്കുന്നു. ഓക്കെ, ആ നിലത്തൊഴിച്ച വാട്ടർ എത്ര ഡിഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ അവിടെ നോക്കുന്നില്ല. പകരം നമ്മൾ നോക്കുന്ന ഏതാണ്? നമ്മൾ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? എന്താണ് പറയുന്നത്? റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ഇസ് ഫാർ മോർ ഇമ്പോർട്ടന്റ്. കറക്റ്റ് ആണ്. നമ്മൾ ടോട്ടൽ ഡിഫോർമേഷൻ അവിടെ നോക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഒരു കേസിൽ, ഒരു പ്രോബ്ലത്തിലും നമ്മൾ ടോട്ടൽ ഡിഫോർമേഷൻ പറയുന്നില്ല. നമ്മൾ എന്താണ് പറയുന്നത്? റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ് നമ്മൾ എല്ലാ കേസിലും, ഷിയർ സ്ട്രെസ് പറയുന്ന കേസിലൊക്കെ നമ്മൾ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണുന്നില്ലേ? ബാക്കിയുള്ളവർക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് സ്ലൈഡ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ചാറ്റിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. സ്ലൈഡ് കാണുന്നില്ലേ? ഓക്കെ, ആഷിൻ, താങ്ക് യു. സോ അടുത്ത സ്റ്റേറ്റ്മെന്റ്, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ട്രൂ ആണ്. Then second statement, a fluid continues to deform so long as the external forces are applied. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അത് ഡിഫോം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഡിഫോർമേഷൻ എടുക്കാത്തത്. അതിന് കാരണമാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഫ്ലൂയിഡിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്ലൂയിഡിന്റെ ഡെഫിനിഷൻ നമുക്ക് ഓവർസിയർ എക്സാംസുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ? ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞതാണ് ദാറ്റ് വിൽ കണ്ടിന്യൂ ഡിഫോർമേഷൻ ആസ് ലോങ് ആസ് there is a shear force, as long as there is a
shear force, even that shear force is a small one. Okay, എത്ര ചെറിയ shear force ആയാലും നമ്മളെ ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യും, നമ്മളെ ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ പോയിന്റ് ശ്രദ്ധിക്കുക. എത്ര വെരി സ്മോൾ, എത്ര ചെറിയ ഷിയർ ഫോഴ്സ് ആയാലും, എത്ര ചെറിയ ഷിയർ ഫോഴ്സ് ആയാലും നമ്മളെ ഫ്ലൂയിഡ്സുകൾ എന്ത് ചെയ്യും, ഫ്ലൂയിഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്തുകൊണ്ടിരിക്കും. ഈ കണ്ടിന്യൂസ് ഡിഫോമേഷൻ എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അതായിരിക്കും നിങ്ങൾ ഓപ്ഷൻസുകൾ ഉണ്ടാവുക. സോ കണ്ടിന്യൂസ് ഡിഫോമേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റൂല, ടോട്ടൽ ഡിഫോമേഷൻ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി കൺവീനിയന്റ് ആയിട്ടുള്ള വേ അല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, റേറ്റ് ഓഫ് ഡിഫോമേഷൻ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്, ട്രൂ ആണ്. ഓക്കെ, ഹിയർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. നമുക്ക് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻഡിവിജ്വലി ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് 1. ആൻഡ് ഓപ്ഷൻ ബി, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആർ ഇൻഡിവിജ്വലി ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി സ്റ്റേറ്റ് 1. പിന്നെ സിയും ഡിയും ആണ് നമ്മൾ നോക്കണ്ട, നമുക്ക് രണ്ടും കറക്റ്റും ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ആൻസർ ചെയ്യാൻ പറ്റും, ആൻസർ എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് ക്ലിയർ അല്ലടോ. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ്സിന്റെ കേസിൽ അതിന്റെ ഡിഫോമേഷൻ ആ കറക്റ്റ് പറഞ്ഞുള്ള ഒരു ക്വസ്റ്റൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓക്കെ അല്ലേ, ഒന്ന് ചാറ്റിൽ പറയണേ. അഷിൽ ഇപ്പൊ ക്ലിയർ അല്ലേ, കാണുന്നില്ലേ? ലക്ഷ്മി, അമൃത, അഞ്ജലി, ആര്യ, യെസ്, ഓക്കെ, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. സോ വി ആർ ഗോയിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ന്യൂമറിക്കൽ പ്രോബ്ലം. ഒരുപാട് എക്സാംസുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് വിസ്കോസിറ്റി വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം. എല്ലാത്തിനും ഒരു ഏകദേശം ഒരു സെയിം പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ പ്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റിന് ഇടയ്ക്കുള്ളതായിരിക്കും. ഒന്നെങ്കിൽ വിസ്കോസിറ്റി എന്നിട്ട് ഷിയർ സ്ട്രെസ് കാണാൻ പറയും, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് എന്നിട്ട് വിസ്കോസിറ്റി കാണാൻ പറ്റും, അതിൽ വെലോസിറ്റി കാണാൻ പറയും. ഈ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, ഏത് ഇക്വേഷൻ, ടോസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ടേമുകൾ നമുക്ക് അൺനോൺ ആയിട്ട് തരും, ബാക്കിയുള്ള ടേമുകൾ ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് പ്രോബ്ലം ചോദിക്കുന്നു. ഒരുപാട് എക്സാംസുകൾക്ക്, ഈവൻ ഗേറ്റ് എക്സാംസ്, എഞ്ചിനീയറിംഗ് സർവീസ്, PSCയുടെ പ്രീവിയസ് എക്സാംസുകൾക്കൊക്കെ നമുക്ക് ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, എ പ്ലേറ്റ് 0.03 mm ഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പ്ലേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ഡി യു ബൈ ഡി വൈ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സഡ് പ്ലേറ്റ് എന്ന്. ഓക്കെ, ഞാനൊരു ഫിക്സഡ് പ്ലേറ്റ് എടുത്തതാണ് നമ്മുടെ ഫിക്സഡ് പ്ലേറ്റ്. അതിന്റെ മുകളിൽ ദർ ഇസ് എ മൂവിംഗ് പ്ലേറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പർ പ്ലേറ്റ് ആണ് മൂവിംഗ് പ്ലേറ്റ് ആയിട്ടുള്ളത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് ഗിവൺ ബൈ 0.03 millimeter. 0.03 millimeter moves at 80 centimeter per second. So upper plate പോകുന്നത് 80 centimeter per second and require a force of 4 Newton per unit area. And require a force of, ഇവിടെ ശ്രദ്ധിക്കണം, 4 Newton per unit area എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 Newton per unit area. എന്താണ് അതിന്റെ മീനിങ്? 4 Newton per meter square എന്നുള്ളതിന്റെ മീനിങ്. സോ ദാറ്റ് മീൻസ് നമുക്ക് തന്നിട്ടുള്ളത് ഫോഴ്സ് അല്ല, പിന്നെ ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ് ഇവിടെ? നമുക്ക് ഫോഴ്സ് അല്ല തന്നിട്ടുള്ളത്, പകരം ഏതാണ് തന്നിട്ടുള്ളത്? നമുക്ക് ഷിയർ സ്ട്രെസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, കാരണം നമ്മൾ യൂണിറ്റ് നോക്കുക, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് പറയാം, സർ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് റിക്വയർ എ ഫോഴ്സ് ഓഫ് 4 Newton per unit area എന്നാണ്. അത് ജസ്റ്റ് നമുക്ക് റിക്വയർ എ ഫോഴ്സ് ഓഫ് 4 Newton എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ മാത്രമല്ല, നിങ്ങൾ എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പലപ്പോഴും നമ്മൾ വേർഡ് ഒന്നാണെങ്കിൽ നമുക്ക് യൂണിറ്റ് നോക്കിയിട്ട് അത് ഏതാണ് കറക്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും പലപ്പോഴും. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ച്വലി അവർ ഷിയർ സ്ട്രെസ് ആണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അറിയാത്ത ഒരാളാണെങ്കിൽ പുള്ളി F = 4 Newton എഴുതിയിട്ട് അവിടെ നോക്കിയിരിക്കും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏരിയ തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ കറക്റ്റ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിക്കുക, അതാണ് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത്. റിക്വയർ എ ഫോഴ്സ് ഓഫ് 4 Newton per unit area എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പൊ നമുക്കറിയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് അല്ല, പിന്നെ എന്താണ്? സ്ട്രെസ് ആണ്. ഹിയർ ഇറ്റ് ഈസ് ഷിയർ സ്ട്രെസ്. So the shear stress is given by 4 Newton per meter square. 4 Newton per meter square to maintain this speed. ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, the fluid viscosity between the plates. പ്ലേറ്റുകൾ നമ്മളെ ഫ്ലൂയിഡ് വിസ്കോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് പോയിസിലാണ്. ഓക്കെ, ഉള്ള തന്നിട്ടുള്ളത് പോയിസിലാണ്. എന്താണ് പോയിസ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ പോയിസ് എന്ന് പറഞ്ഞാൽ? പോയിസ് എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് ആണ്. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് ആണ് പോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് SI യൂണിറ്റ്? ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ഏതാണ്? SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്, കാരണം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാസ്കൽ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. എന്താണ് ഇതിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത്? 1 പോയിസ് is equal, ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞേ ഉള്ളൂ, 1 പോയിസ് is equal to 10⁻⁻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 ⁻
ടു 10⁻⁻1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ പോയ്സ് എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. CGS യൂണിറ്റ് പറയുമ്പോൾ സെന്റിമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ആദ്യം ന്യൂട്രൽ തന്നെ കിട്ടിയിട്ട് ഇതിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ നേരിട്ട് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് ആ രീതിയിൽ ചെയ്യാം. ഇവിടെ മില്ലിമീറ്ററിലുണ്ട്, സെന്റിമീറ്ററിലുണ്ട്, ന്യൂട്ടണിലാണ് തന്നിട്ടുള്ളത്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ അതിനൊക്കെ മൊത്തം മാറ്റുന്നതിലും നല്ലത് നമ്മൾ ഡയറക്റ്റ് ഒക്കെ SI യൂണിറ്റിലാക്കി അവസാനം പ്രോബ്ലം ഇതിലോട്ട് മാറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ മ്യൂസ് ഈക്വൽ ടു എന്താ വരിക? മ്യൂസ് ഈക്വൽ ടു ടോ ഡിവൈഡ് ബൈ du/dy. ഓക്കെ, du/dy വിച്ച് ഇസ് ഈക്വൽ ടു ടോ എന്ന് പറയുന്നത് എന്താണ്? 4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ് du/dy വരുന്നത് ഇവിടെ? du/dy. ഓക്കെ, ഏതാണ് ഇവിടെ du/dy വരിക? അപ്പൊ നമുക്ക് du/dy എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇത്. അപ്പൊ നമുക്കറിയാം ലോവർ പ്ലേറ്റ് എന്താണ്? u = 0, റെസ്റ്റിലാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ വെലോസിറ്റി നമുക്ക് എന്തെടുക്കാം? 0 എന്ന് എടുക്കാം. u = 0 എന്ന് എടുക്കാം. സോ 80 - 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 80 - 0 80 തന്നെ. 80 സെന്റിമീറ്റർ പെർ സെക്കൻഡ് നമ്മൾ മീറ്ററിലോട്ട് നോക്കുമ്പോൾ 80 × 10⁻². 80 × 10⁻² ഡിവൈഡഡ് ബൈ 80 × 10⁻² ഡിവൈഡഡ് ബൈ dy എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0.03 മില്ലിമീറ്റർ. സോ 0.03 × 10⁻³ 0.03 × 10⁻³ ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ 80 × 10⁻² വരും. ആ 0 ഇൻറ്റു അത് മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്താം? ×3 × 10⁻², 10⁻⁻5 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യും. ഇവിടെ 10⁻³ വരും. ഓക്കെ, then 4 × 3 12, 4 × 3 12, 12/8. നമുക്ക് കാൽക്കുലേറ്ററിൽ നമ്മൾ മാക്സിമം PSC എക്സാംസിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്ത് പഠിക്കണം. നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല. 4 × 3 12 ആണ്. 12/8 എന്ന് പറയുമ്പോൾ 1.5 ഇൻറ്റു 10⁻⁻4 വരും. ഈ 10 കൂടെ അങ്ങോട്ട് പോകുമ്പോൾ 10⁻⁻4 വരും. 1.5 × 10⁻�4 നമുക്ക് ഏതാണ് കിട്ടുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ 10⁻⁻1 ന്യൂട്ടൺ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 1.5 × 10⁻³ × 10⁻⁻1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. സി 10⁻⁻1 ന്യൂട്ടൺ പെർ സെക്കൻഡ് നമുക്ക് എന്ത് കൊടുക്കാം? പോയ്സ് എന്ന് കൊടുക്കാം. സോ അവർ ആൻസർ ഈസ് 1.5 × 10⁻³ പോയ്സ്. ഓക്കെ, 1.5 × 10⁻³ പോയ്സ്. 1.5 × 10⁻³ പോയ്സ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ C, 1.5 × 10⁻³ പോയ്സ്. 1.5 × 10⁻³ പോയ്സ്. ഓക്കെ അല്ലടോ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഈ du/dy എടുക്കുന്നവർക്ക് നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ രണ്ട് പ്ലേറ്റ്, ഇപ്പൊ ഇവിടെ ബോട്ടം പ്ലേറ്റ് മോഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല സോറി, ബോട്ടം പ്ലേറ്റ് ഈസ് ഇൻ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ ചെയ്യും, രണ്ട് പ്ലേറ്റ് എടുക്കുന്നു, അതിൽ രണ്ട് പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ബോട്ടം പ്ലേറ്റ് ഒരു 3 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് അപ്പർ പ്ലേറ്റ് ഒരു 5 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. 5 മീറ്റർ പെർ സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ du/dy രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാനൊരു 2 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ du എന്താണ് ഇവിടെ വരുന്നത്? du = ആക്ച്വലി 5 - 3 ആണ് വരുന്നത്. നേരത്തെ കേസിൽ നമ്മളെ ബോട്ടം പ്ലേറ്റ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ബോട്ടം പ്ലേറ്റ് 0 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരെ അപ്പർ പ്ലേറ്റിന്റെ വെലോസിറ്റി എടുത്തത്. ഇവിടെ അപ്പർ പ്ലേറ്റ് 5ഉം ബോട്ടം പ്ലേറ്റ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ബോട്ടം പ്ലേറ്റ് 3 ആണെന്നുണ്ടെങ്കിൽ du എന്ന് പറയുന്നത് ആക്ച്വലി 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ എത്രയാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്? ആ പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ y എടുക്കുക. സോ 2/2 എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും du/dy എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതാണ് നമുക്ക് ഏത് വരുന്നത്? നമ്മുടെ ആൻസർ വരുന്നത്. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ള മ്യൂ ആണ്. മ്യൂ = 1.5 × 10⁻³ പോയ്സ്. അതുപോലെ കൺവേർഷൻസും യൂണിറ്റുകളൊക്കെ ബൈ ഹാർട്ട് ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ചോദിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രോബ്ലങ്ങളിൽ എന്ത് വരും? ആവശ്യമായിട്ട് വരും യൂണിറ്റുകളും അതുപോലെ നമുക്ക് ഈ വാല്യൂസ് അതൊക്കെ യൂണിറ്റ് ഒക്കെ. ഓക്കെ, യൂണിറ്റും ഡയമെൻഷൻ ഒക്കെ. ഓക്കെ അല്ലടോ, ഇത് ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റിൽ ഓക്കെ പറയണേ, ക്ലിയർ ആണോ? Okay, thank you. So question number 4. The work done in blowing a soap bubble of diameter 20 centimeter is 10⁻³ question diameter 20 centimeter is into 10⁻³ Newton meter. Okay, the value missing and assume the surface tension of soap solution is 0.040. എന്തായാലും ഈ ഫോർത്ത് ക്വസ്റ്റൻ ഒന്ന് അവിടെ വെക്ക്, നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷൻ സീരീസിൽ കൺസിഡർ ചെയ്യാം. എനിക്കൊന്നും അവിടെ ഏതൊരു വാല്യൂ മിസ്സിംഗ് ഉണ്ട്. The work done of blowing a soap bubble of diameter 20 centimeter is something into 10⁻³ Newton meter ആണ്. എന്തായാലും ആ ക്വസ്റ്റൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അതുപോലെ 0.040 സോപ്പ് സൊല്യൂഷൻ ഇത് ചെയ്യുന്നത് ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ചെയ്യുന്ന ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻസ് വന്നാൽ ഞാൻ ഇത് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സുകളിലൊക്കെ. അപ്പൊ ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഓക്കെ നമുക്ക് ആൻസർ വേണ്ട, ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞുതരാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വർക്ക് ഡൺ ഇൻ എ ബ്ലോയിങ് എ സോപ്പ് ബബിൾ.
ഒരു സോപ്പ് ബബിൾ ബ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സോപ്പ് ബബിൾ എന്ന് പറഞ്ഞാൽ. ഒരു സോപ്പ് ബബിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഉള്ളിലും എയർ ആയിരിക്കും വരുന്നത്, ഔട്ട് സൈഡും എന്തായിരിക്കും വരുന്നത്, എയർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഔട്ട് സൈഡും ഉള്ളിലും എയർ ആയിരിക്കും വരും. അപ്പൊ സർഫസ് ടെൻഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ 2 ഇമ്മിസിബിൾ സർഫസുകൾ തമ്മിലാണ് സർഫസ് ടെൻഷൻ എടുക്കുന്നത് അല്ലെ. 2 ഇമ്മിസിബിൾ സർഫസ്. എന്താണ് 2 ഇമ്മിസിബിൾ സർഫസ് എന്ന് പറഞ്ഞാൽ? 2 മിക്സ് ആവാത്ത സർഫസുകൾ തമ്മിലാണ് നമ്മൾ സർഫസ് ടെൻഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ സർഫസ് ടെൻഷൻ എടുക്കുമ്പോൾ നിങ്ങൾ 2 × സിഗ്മ എന്ന് എടുക്കണം. കാരണം എന്താണ്? ഇവിടെ 2 സർഫസ് വരുന്നുണ്ട്. ഒന്ന് ഉള്ളിലെ എയറും നമ്മളെ ബബിളിന്റെ സർഫസും, രണ്ടാമത് ബബിളിന്റെ സർഫസും ഔട്ട് സൈഡ് എയറും. അതുകൊണ്ട് തന്നെ 2 സർഫസ് വരുന്നുണ്ട്. ഇനി ഇൻസ്റ്റെഡ് ഓഫ് സോപ്പ് ബബിൾ ഇഫ് ദർ ഈസ് വാട്ടർ ഡ്രോപ്ലെറ്റ്, അവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ യു ഹാവ് ഓൺലി നീഡ് ടു ടേക്ക് ദി 1 സർഫസ്. അതായത് ബബിൾ എന്ന് പറയുമ്പോൾ ഉള്ളിൽ കംപ്ലീറ്റ് എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. ബബിൾ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ബബിൾ അല്ല, ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ കംപ്ലീറ്റ് സോളിഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒറ്റ സർഫസ് എടുത്താൽ മതി. ബട്ട് ബബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് നമ്മളെ ബബിളിന്റെ സർഫസ് വരുന്നത്, വാള് വരുന്നത്. ഉള്ളിലും പുറത്തും എന്ത് വരുന്നുണ്ട്? 2 എയർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 സർഫസ് വരും നമുക്ക്. ഓക്കെ, 2 സർഫസ് വരും. ഇനി നമ്മളോട് ചോദിച്ചുള്ളത് വർക്ക് ഡൺ ആണ്. എന്താണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ? ഒരു സോപ്പ് ബബിൾ ബ്രേക്ക് ചെയ്യാനുള്ള, ഒരു സോപ്പ് ബബിൾ ബ്ലോ ചെയ്യാനുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സോപ്പ് ബബിളിന്റെ സർഫസ് എനർജിനെ ബ്രേക്ക് ചെയ്യാണ് വേണ്ടത്. ആ സർഫസ് കൂടി നിൽക്കുന്നത്, ആ സോപ്പ് ബബിൾ ഒരു ബബിളായി നിൽക്കുന്നത് എങ്ങനെയാണ്? ആ സോപ്പ് ബബിൾ ഒരു ബബിളായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സർഫസിന് ഒരു എനർജി ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ആ സർഫസിന് എത്ര എനർജി ഉണ്ടോ അത്രത്തോളം വർക്ക് ഡൺ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ സർഫസ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അത് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സർഫസ് ടെൻഷന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്? സർഫസ് ടെൻഷൻ ഈസ് സർഫസ് ഏരിയ. സർഫസ് ടെൻഷൻ ഈസ് സർഫസ് എനർജി. സർഫസ് ടെൻഷൻ ഈസ് സർഫസ് എനർജി ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. സർഫസ് എനർജി ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. ഓക്കെ, സർഫസ് എനർജി ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടതാണ്, നമുക്കിവിടെ സർഫസ് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഈ സർഫസ് എനർജി തന്നെയാണ് ഏതെന്ന് പറയുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. സർഫസ് എനർജി തന്നെയാണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ സർഫസ് എനർജി തന്നെയാണ് വർക്ക് ഡൺ, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു സർഫസ് ഏരിയ. സിഗ്മ ഇൻറ്റു സർഫസ് ഏരിയ. ഓക്കെ, അപ്പൊ സിഗ്മ ഇൻറ്റു 2 × സർഫസ് ഏരിയ എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? ഇവിടെ 2 ഉണ്ട് എന്നുള്ള രീതിയിൽ 2 × സിഗ്മ ഇൻറ്റു 2 × സിഗ്മ ഇൻറ്റു എന്തുകൊണ്ടാണ് 2 സിഗ്മ എടുത്ത് ഇവിടെ നമ്മൾ സിഗ്മ 2 എടുക്കണം. അങ്ങനെ 2 സർഫസ് വരുന്നുണ്ട്. അപ്പോൾ 2 × സിഗ്മ ഇൻറ്റു സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr². 4πr². ഡി ആണെങ്കിൽ ഡിയുടെ ടേമിൽ എഴുതാം. ഓക്കെ, ഇതാണ് നിങ്ങളെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ വരിക. 2 × സിഗ്മ ഇൻറ്റു 4πr². ഏതാണെന്നുണ്ടെങ്കിൽ സോപ്പ് ബബിൾ ആണെന്നുണ്ടെങ്കിൽ. ഇനി ഡ്രോപ്ലെറ്റ് ആയിരുന്നെങ്കിലോ? ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ ജസ്റ്റ് സിഗ്മ ഇൻറ്റു 4πr² മാത്രം മതി. ഓക്കെ, സിഗ്മ ഇൻറ്റു 4πr². അപ്പൊ ഈ രീതിയിൽ, അപ്പൊ ഇവിടെ നമുക്ക് സിഗ്മ തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ സിഗ്മ ഞാൻ പറഞ്ഞ വാല്യൂ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ തന്ന വാല്യൂ സിഗ്മക്ക് കൊടുക്കുക. ഡയമീറ്റർ 20 തന്നിട്ടുണ്ട്, റേഡിയസ് 10 സെന്റിമീറ്റർ ആയിരിക്കും. ദെൻ the work done in blowing a soap bubble of diameter 20 centimeter is 10⁻³ is dash into 10⁻³ ആയിരിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. That's equal to 2 into sigma തന്നിട്ടുണ്ട്. എത്രയാണ്? സർഫസ് ടെൻഷൻ ഓഫ് സോപ്പ് സൊല്യൂഷൻ is 0.040. So 2 into 1 2 4 into 10⁻². 4 into 10⁻² into 4 into 3.14. പൈക്ക് ഞാൻ 3.14 into r². r എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ ആണ് ഇവിടെ ഡയമീറ്റർ. അപ്പൊ r 10 സെന്റിമീറ്റർ. സോ 10 into 10⁻². ഓക്കെ, 10 into 10⁻². 10 into 10⁻². ചെയ്താൽ നമുക്ക് ഈ ഓപ്ഷനിലുള്ള ആൻസർ കിട്ടുന്നുണ്ടോ നോക്ക്. സോ ഏതാണ് നമുക്ക് വരുന്നത്? 2 into 4 8. 8 into 4 2 into 4 8. 8 into 4 32. 8 into 4 32. 32 into ഇവിടെ 10⁻² 10 ആക്കും. ബാക്കി 10⁻⁻1 10⁻⁻1 10⁻⁻2 into 10⁻⁻3. ഓക്കെ, into 10⁻⁻3. then 2 into 4 8. 8 into 4 32. 32 into 3.14 എന്ന് പറയുമ്പോൾ ഏകദേശം 90 സംതിങ് വരും. സോ ഹിയോ 10. ഇവിടെ 0.04 ആണ് തോന്നുന്നു. അപ്പൊ ഏതാ നമുക്ക് ഏകദേശം 10.05 ആണ് ആൻസർ വരുന്നതെന്നാണ് എൻ്റെ ഒരു ഇതിൽ. വാല്യൂസിൽ എവിടേക്കോ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. ഇവിടെ 0.040 എല്ലാം തോന്നുന്നു. 0. ന്യൂട്ടൺ മീറ്റർ. എന്തായാലും ഈ ക്വസ്റ്റൻ ആണ് വെക്കുന്നത്. ആൻസർ നമുക്ക് നോക്കാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് 2 sigma into 4πr² കൊടുത്തിട്ട്. ഓക്കെ, ലാസ്റ്റ് ആൻസർ എന്തായാലും നെക്സ്റ്റ് ഡിസ്കഷന്റെ സമയത്ത് പറയാം ഇങ്ങനെ നോക്കിയിട്ട്. ഓക്കെ ആണോ? ഈ ക്വസ്റ്റൻ ഓക്കെ ആണോ? ഫൈനൽ ആൻസർ നിങ്ങളവിടെ വെച്ചേക്ക്. ഓക്കെ, ഇതെങ്ങനെയാണ് പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്ന് ചാറ്റിൽ പറയണേ. ഓക്കെ, ആഷിൽ ക്ലിയർ ആണ്. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? ലക്ഷ്മി ചന്ദ്രൻ, താങ്ക് യു. എന്താ ബാക്കിയുള്ളവർക്കൊക്കെ ഓക്കെ അല്ലേ? മനസ്സിലാകുന്നില്ലേ?
Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡൗട്ട് ഇല്ലാന്നിരുന്നു. The dynamic viscosity of a fluid is 0.5 poise. Okay, നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റി വന്നിട്ടുണ്ട് mu എന്ന് പറയുന്നത്. Mu is equal to 0.5 poise and its specific gravity is specific gravity S. Okay, mu ആണ് 0.5 and specific gravity S is equal to 0.5. Its kinematic viscosity of this fluid is. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് വിസ്കോസിറ്റികൾ നമുക്ക് പറയാം. അപ്പോൾ നമുക്കറിയാം നമുക്ക് രണ്ട് വിസ്കോസിറ്റി ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെ പറയാം നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റി? ഡൈനാമിക് വിസ്കോസിറ്റി നമ്മൾ സിംപ്ലി വിസ്കോസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി നമ്മൾ സിംപ്ലി വിസ്കോസിറ്റി എന്ന് പറയും. എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റി സിംപ്ലി വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ mu is equal to, it is the ratio of shear stress between the layers to velocity gradient. Okay, it is the ratio of shear stress between the layers to velocity gradient. Okay, അപ്പോൾ അതിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഓർ പാസ്കൽ സെക്കൻഡ് ആണെന്നുള്ളത്. പാസ്കൽ സെക്കൻഡ്. അതിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഡൈൻ സെക്കൻഡ് പെർ, അതായത് ന്യൂട്ടന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. മീറ്റർ സ്ക്വയറിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ നമ്മൾ ഒറ്റ പേരിട്ട് വിളിക്കുന്നതാണ് പോയിസ് എന്ന് പറയുന്നത്. പോയിസ്. അപ്പോൾ അതിന്റെ കൺവേർഷൻ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 1/10 അല്ലെങ്കിൽ 10⁻⁻⁻1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത വിസ്കോസിറ്റി ആണ് നമ്മൾ പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഗ്രീക്ക് ലെറ്റർ ന്യൂ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റി. എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ it is the ratio of dynamic viscosity to the density of the fluid. Okay, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ യൂണിറ്റ് കിട്ടും. നമുക്ക് SI യൂണിറ്റ് കിട്ടുന്നത്. ഓക്കെ, SI യൂണിറ്റ് കിട്ടുന്നത് ഇതിന്റെ SI യൂണിറ്റ് കിട്ടുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, SI യൂണിറ്റ് കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. CGS യൂണിറ്റ് കിട്ടുന്നത് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിന് നമ്മൾ പറയുന്ന ഒറ്റ പേരാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഓവർസിയർ എക്സാംസുകൾക്കൊക്കെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഈ സ്റ്റോക്കും പോയിസും അതിന്റെ കൺവേർഷനും അതുപോലെ യൂണിറ്റുകളൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാംസിന് ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ബട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രോബ്ലങ്ങൾ എന്തുണ്ടാവും, നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ വിളിക്കുന്ന പേരാണ്. സോ വൺ സ്റ്റോക്ക് is equal to, നമുക്ക് പറയാം one stoke is equal to 10⁻⁻4 meter square per second. 10⁻⁴ meter square per second. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി, എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റി, അതിന്റെ യൂണിറ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എന്താണ്? നമുക്ക് രണ്ടും 0.5 പോയിസും 0.5 തന്നിട്ടുണ്ട്. നമ്മളോട് കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ഈസ് ഇൻ സ്റ്റോക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കൈനമാറ്റിക് ഫ്ലൂയിഡ് വിസ്കോസിറ്റി ഈസ് ഇൻ സ്റ്റോക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് മ്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 പോയിസ്. ഓക്കെ, അപ്പൊ ന്യൂ കാണാൻ ന്യൂ ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. അപ്പൊ നമുക്ക് S തന്നിട്ടുണ്ട്. S സ്പെസിഫിക് ഗ്രാവിറ്റി is equal to 0.5 ആണ്. സോ നമുക്കറിയാം ഡെൻസിറ്റി എത്രയായിരിക്കും? ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് is equal to, അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 500. പക്ഷേ ഈ 500 ഏത് യൂണിറ്റിലാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്. ഓക്കെ ഉള്ള കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതിന് നിങ്ങൾ എന്തിലോട്ട് മാറ്റണം? ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലോട്ട് മാറ്റണം. എന്നാൽ CGS ആവും ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. എങ്ങനെ ഗ്രാമിലോട്ട് മാറ്റുന്നത്? 500 ഇൻറ്റു കിലോഗ്രാം. 1 കിലോഗ്രാം നമുക്ക് എത്രയാണ്? നമുക്കറിയാം 10⁻³ ഗ്രാം ആണ്. ഡിവൈഡ് ബൈ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻². നമുക്ക് പറയാം 1 മീറ്റർ എന്ന് പറയുന്നത് 10⁻⁻² സെന്റിമീറ്റർ ആണ്. 10⁻². അപ്പൊ മൊത്തത്തിൽ വരുമ്പോൾ എന്ത് വരും? 10⁻⁻6 വരും. ഓക്കെ, രണ്ടും ക്യാൻസൽ ചെയ്താൽ 10⁻³ നമ്മൾ മീറ്റർ ക്യൂബിനല്ല സെന്റിമീറ്ററിലോട്ട് മാറ്റുന്നത്. സോ ഇവിടെ 10⁻³ വരും. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻². അപ്പൊ 10⁻6 വരും. രണ്ടും ക്യാൻസൽ ചെയ്താൽ എന്താ വരും? നമുക്ക് ഇവിടെ 10⁻⁻³ മുകളിൽ വരും. 10⁻⁻³ മുകളിൽ വന്നാൽ എത്രയാടോ? 0.5 തന്നെ അല്ലേ? 0.5 തന്നെ കിട്ടി. ഈ രണ്ട് വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ, സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു വാല്യൂ സപ്പോസ് എക്സ് എന്ന് എടുക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു വാല്യൂ എക്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഇൻ CGS എന്ന് പറയുന്നത് തന്നെയാണ് എക്സ് തന്നെ ആയിരിക്കും. എക്സ് ഗ്രാം പെർ CC ആയിരിക്കും. ഓക്കെ, എക്സ് ഗ്രാം പെർ CC ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഇപ്പൊ S 0.5 തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ നിൽക്കണം. അവിടെ നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്താം? 0.5 എഴുതാം. അതായത് ഞാൻ ഉദ്ദേശിച്ചതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണോ അത് തന്നെ ആയിരിക്കും CGSലുള്ള നമ്മുടെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് 0.5 അല്ല കിട്ടിയത്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു ഫ്ലൂയിഡിന്റെ എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ CGS യൂണിറ്റിൽ അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എക്സ് ഗ്രാം പെർ CC തന്നെ ആയിരിക്കും. അത് പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. എക്സ് ഗ്രാം പെർ CC തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ 0.5 ഡിവൈഡ് ബൈ 0.5 is equal to 1. രണ്ട് CGSലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇത് 0.5 ഗ്രാം പെർ CCയിലാണ്. ഇത് ഡിനോമിനേറ്ററിൽ
0.5 gram per cc-ലാണ്, മുകളിൽ 0.5 പോയിസ് ആണ്. രണ്ട് CGS-ലാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? CGS-ലായിരിക്കും. സോ our answer is 1 stock. So our answer is 1 stock. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, 1 stock. Our answer is option C, 1 stock. Clear ആണോ? ഓക്കെ ആണോ? Okay, Ashil, okay. And what about the others? Okay. Now, next. A static fluid can have. A static fluid, question എന്താണ് ചോദിച്ചിട്ടുള്ളത്? Static fluid. Okay. Static fluid. A static fluid എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? Clear. A static fluid can have. A static fluid can have. എന്താണ് static fluid എന്ന് പറഞ്ഞാൽ? Fluid is in rest. Fluid is in rest. റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെസ്റ്റിൽ നിൽക്കുന്ന ഫ്ലൂയിഡ്. നോൺ സീറോ നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ്, നെഗറ്റീവ് നോർമൽ സ്ട്രെസ് ആൻഡ് സീറോ ഷിയർ സ്ട്രെസ്. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, സോ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണ് ഫ്ലൂയിഡ് ഈസ് ഇൻ റെസ്റ്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ക്വസ്റ്റിന്റെ കൂടെ സെക്കൻഡ് ക്വസ്റ്റൻ ഏതൊന്നിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ പിന്നെ അവിടെ എന്താണെന്നുള്ളത്? സീറോ ഷിയർ സ്ട്രെസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് റെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ചാടി കയറി നിങ്ങൾ പറഞ്ഞോണ്ട് സീറോ ഷിയർ സ്ട്രെസ് ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ നമുക്ക് ഒഴിവാക്കാം? നമുക്ക് എന്തായാലും എ നമ്മുടെ ആൻസർ അല്ല, അവിടെ ഷിയർ സ്ട്രെസ് പറയുന്നുണ്ട്. അതുപോലെ നോൺ സീറോ ഷിയർ സ്ട്രെസ് ആണ്, ഡിയും ആൻസർ അല്ല, ബിയോ സിയോ ആണ് ആൻസർ. നെഗറ്റീവ് നോർമൽ സ്ട്രെസ് ആൻഡ് സീറോ ഷിയർ സ്ട്രെസ്, പോസിറ്റീവ് നോർമൽ സ്ട്രെസ് ആൻഡ് സീറോ ഷിയർ സ്ട്രെസ്. ഓക്കെ, അവിടെ നമ്മൾ എടുക്കുന്നത് ഏതെന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് സ്ട്രെസ്, അതായത് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഒരു ബോഡി നമ്മൾ വെച്ചാൽ ആ ബോഡിയിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? എന്താണ് നമ്മളവിടെ നോർമൽ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് നമ്മൾ എന്തെടുക്കുന്നത്? പോസിറ്റീവ് നോർമൽ സ്ട്രെസ് ആണ് എടുക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അതായത് ഓപ്ഷൻ സി ആണ് വരുന്നത്. പോസിറ്റീവ് നോർമൽ സ്ട്രെസ് ആൻഡ് നമ്മൾ നോർമലി നെഗറ്റീവ് ഡയറക്ഷൻ നോക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെസ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ്, നമ്മൾ പ്രഷർ ഒക്കെ പറയുന്ന പോലെ നമ്മൾ ഏതൊരു ഒബ്ജക്ട് എടുത്താലും സ്റ്റാറ്റിക് ഫ്ലൂയിഡിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫ്ലൂയിഡ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അവിടെ നമ്മൾ നെഗറ്റീവ് എന്ന ഒരു കൺസെപ്റ്റലി കൺസിഡറേഷൻ നമ്മൾ എടുക്കുന്നില്ല. സോ നമുക്ക് ഇവിടെ ഏതാണ് വരുന്നത്? സീറോ ഷിയർ സ്ട്രെസ് ആൻഡ് സീറോ ഷിയർ സ്ട്രെസ് ആൻഡ് പോസിറ്റീവ് നോർമൽ സ്ട്രെസ്. സീറോ ഷിയർ സ്ട്രെസ് ആൻഡ് പോസിറ്റീവ് നോർമൽ സ്ട്രെസ്. ഓക്കെ, ക്ലിയർ? ദെൻ ഓക്കെ അല്ലേടോ? ക്ലിയർ അല്ലേ? Okay. The next, a vacuum gauge connected to a chamber reads 40 kilopascal at a location where the atmospheric pressure is 100 kilopascal. The absolute pressure in the chamber will be. അപ്പോൾ നമ്മൾ absolute pressure, atmospheric pressure, gauge pressure, vacuum pressure, ഈ നാലും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ SSC, JEE, ഗേറ്റ് എക്സാംസുകൾ, എഞ്ചിനീയറിംഗ് സർവീസ്, AE എക്സാംസുകൾ, നമ്മൾ സിവിലിന്റെ ഏതൊരു ഇമ്പോർട്ടന്റ് എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഈ പ്രഷറിന്റെ ഈ നാല് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആബ്സല്യൂട്ട്, ഗേജ്, വാക്വം, ഇത് പറഞ്ഞിട്ടുള്ള റിലേഷൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. ന്യൂമറിക്കലുകൾ ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ഡെഫിനിഷനുകൾ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ റിലേഷനുകളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള എന്താണ്? വാക്വം gauge is connected to a chamber reads 40 kilopascal at a location. അപ്പോൾ വാക്വം ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാക്വം പ്രഷർ ആണ് നമുക്ക് അവിടെ എന്ത് വന്നിട്ടുള്ളത്? 40 kilopascal എന്ന് പറയുന്നത്. വേർ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് 100 kilopascal. ആക്ച്വലി നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? 101.3 kilopascal ആണ് നമ്മൾ സീ ലെവലിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ. ഇവിടെ അവർ തന്നിട്ടുണ്ട്, നമ്മളോട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. PATM എന്ന് പറയുന്നത് 100 kilopascal ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് വാക്വം പ്രഷർ P vacuum നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 40 kilopascal. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദി ആബ്സല്യൂട്ട് പ്രഷർ, P ആബ്സല്യൂട്ട് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ മൂന്നിന്റെ റിലേഷൻ അറിയണം. എന്താണ് ഈ പ്രഷറുകൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്? നമ്മളൊരു പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഫ്ലൂയിഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ആ ഒരു ഭാഗത്ത് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് പ്രഷർ മെഷർമെന്റ് എടുക്കുന്നത്. ഓക്കെ, ഒന്ന് നമ്മൾ ആബ്സല്യൂട്ട് സീറോനെ ഡാറ്റ ആക്കിയിട്ട്, ഓക്കെ, ആബ്സല്യൂട്ട് സീറോ ആസ് ഡാറ്റ, ആബ്സല്യൂട്ട് സീറോനെ ഡാറ്റ ആക്കിയിട്ട് എടുക്കും. ഒന്ന് നമ്മൾ എന്തെടുക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡാറ്റ ആക്കിയിട്ട്. നമ്മൾ ഏതൊരു സാധനം മെഷർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡാറ്റ ഉണ്ടാവും, ആ ഡാറ്റത്തിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ആബ്സല്യൂട്ട് സീറോ ആസ് ഡാറ്റ, ആബ്സല്യൂട്ട് സീറോ ആണ് ഡാറ്റ എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും? P ആബ്സല്യൂട്ട് ആയിരിക്കും. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ് നമ്മൾ ഡാറ്റ ആക്കി എടുക്കുന്നെങ്കിൽ, ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ് നമ്മൾ ഡാറ്റ ആക്കി കിട്ടുന്നെങ്കിൽ നമ്മൾ എന്താ പറയാ? P ഗേജ് പ്രഷർ എന്ന് പറയും. ഓക്കെ, ഗേജ് പ്രഷർ എന്ന് പറയും. അതായത് അറ്റ്മോസ്ഫിയറിനെ ഡാറ്റ
ആക്കുക എന്ന് പറയുന്നത് പി അറ്റ്മോസ്ഫിയർ നമ്മൾ എന്തായിട്ട് എടുക്കും? 0 ആയിട്ട് എടുക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. സപ്പോസ് അതൊരു 110 ആണ് നോക്ക്, അല്ലെങ്കിൽ 100 ആണ് നോക്ക്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 100 ആണ് നോക്ക്. നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രഷർ കിട്ടി. നമുക്ക് മാനോമീറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 30 കിട്ടി. അങ്ങനെ 30 കിട്ടിയാൽ ആക്ച്വലി അവിടെ എന്താണ്? നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 0 ആയിട്ട് എടുത്തിട്ടാണ് നമുക്ക് ആ 30 കിട്ടിയിട്ടുള്ളത്. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 100 കൂടെ എടുക്കുകയാണെങ്കിൽ ആക്ച്വലി അത് പ്രഷർ എത്രയാണ്? 130 ആണ്. 100 + 30 130 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 130 ആണ് ഇതെന്ന് പറയുന്നത് ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമ്മളൊരു കർവ് വരച്ചിട്ട് ഇതാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവം. അപ്പൊ ഞാനിങ്ങനെ കർവ് വരക്കുന്നു. ഓക്കെ, ഞാനിങ്ങനെ കർവ് വരക്കുന്നു. ക്ലിയർ? അങ്ങനെ കർവ് വരച്ചിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് 0 ആബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. ഓക്കെ, 0 കെൽവിൻ അല്ലെങ്കിൽ 0 കിലോ പാസ്കൽ ആബ്സല്യൂട്ട് 0. കൂടി വരുന്നു 100 ആയി. ഓക്കെ, നമ്മൾ ഇവിടെ 100 ആണ് എടുക്കുന്നത്. 100 ആയപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അത് പി ATM ആണെന്ന് പറഞ്ഞു. പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, നിങ്ങൾക്ക് ഈ പോയിന്റിൽ ഒരു പ്രഷർ മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്യുന്നത് നിങ്ങൾ 0 എന്ന് തുടങ്ങിയിട്ടേ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ എന്ത് പറയും? പി ആബ്സല്യൂട്ട് എന്ന് പറയും. ഇനി അതല്ല, ഈ പോയിന്റിലെ പ്രഷർ നിങ്ങൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മാത്രം നോക്കിയിട്ടാണ് വാല്യൂ മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പി ഗേജ് എന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പോയിന്റിൽ ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യണം. ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യണം. അത് നിങ്ങൾ ഈ ആബ്സല്യൂട്ട് 0 എന്നാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ അതിനെന്ത് പറയും? പി ആബ്സല്യൂട്ട് എന്ന് പറയും. ഓക്കെ, ഇനി അതല്ല പി അറ്റ്മോസ്ഫിയറിന് ഇങ്ങോട്ട് താഴോട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? പി വാക്വം എന്ന് പറയും. ഓക്കെ, പി വാക്വം എന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെ റിലേഷൻ ചെയ്താടോ? ഇവിടെ ആദ്യത്തെ കേസ് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. നിങ്ങളൊന്ന് ഈ ആദ്യത്തെ കേസ് നോക്ക്. ആദ്യത്തെ കേസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പി ആബ്സല്യൂട്ട് എന്ന് പറയുന്നത് പി ATM പ്ലസ് പി ഗേജ് അല്ലേ? ഓക്കെ, പി ആബ്സല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? പി ഗേജ് പ്ലസ് പി ATM അല്ലെങ്കിൽ പി ATM പ്ലസ് പി ഗേജ്. ഓക്കെ ആണല്ലോ? അതുപോലെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പി ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ATM മൈനസ് പി വി, പി വാക്വം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ആബ്സല്യൂട്ട് സീക്വൽ ടു പി ATM മൈനസ് പി വാക്വം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ നിർബന്ധം ഞാൻ പറയാം. ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് SSC JIക്കും ഗേറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം ആയിട്ട് നമുക്ക് ESCക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇവിടെ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? വാക്വം ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് പി ആബ്സല്യൂട്ട് കണ്ടുപിടിക്കേണ്ടത്. സോ പി ATM എന്ന് പറയുന്നത് 100 കിലോ പാസ്കൽ മൈനസ് പി വാക്വം എന്ന് പറയുന്നത് 40 കിലോ പാസ്കൽ. സോ ദാറ്റ്സ് ഈക്വൽ ടു 60 കിലോ പാസ്കൽ. അപ്പൊ ചെയ്യാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 60 കിലോ പാസ്കൽ. അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 60 കിലോ പാസ്കൽ. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് ചാറ്റിൽ ഇത് ചെയ്യണേ, റിപ്ലൈ ചെയ്യണേ. ഓക്കെ, താങ്ക് യു ആര്യ, രേഷ്മ. സോ വി ആർ ഗോയിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ആണ്. ഫോർ ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ, the air pressure PA to make pressure at N 1/3 of that of M will be. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഗേജിലുള്ള പ്രഷർ പി എന്ന് പറയുന്നത്, പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ദി പ്രഷർ അറ്റ് എൻ എന്ന് പറയുന്നത് ഷുഡ് ബി 1/3 ഓഫ് ദി എം ആയിരിക്കും. ദി പ്രഷർ അറ്റ് എൻ എന്ന് പറയുന്നത് ഷുഡ് ബി 1/3 ഓഫ് ദി എം ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് തന്ന കണ്ടീഷൻ എന്താണ്? പ്രഷർ അറ്റ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഷുഡ് ബി 1/3 ഓഫ് പ്രഷർ അറ്റ് എം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കണ്ടീഷൻ. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുക, എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് നോക്കുക. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് നമ്മളോട് നോക്കുക. ഫോർ ദ സിസ്റ്റം ഷോൺ ഇൻ ദ ഫിഗർ, ദ എയർ പ്രഷർ PA. അപ്പൊ ഈ PA ആണ് കണ്ടുപിടിക്കേണ്ടത്. ടു മേക്ക് പ്രഷർ അറ്റ് എൻ എന്ന് പറയുമ്പോൾ PN ഈക്വൽ ടു 1/3 ഓഫ് ദാറ്റ് ഓഫ് എം. ദാറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ പ്രഷർ തന്നെ 1/3 ഓഫ് ദി PM. ഇതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന സാധാരണ പ്രോബ്ലംസ് പ്രഷറിന്റെ ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഇപ്പൊ നിങ്ങൾ ബീക്കറിലൊക്കെ ഓയിലും വെള്ളം എടുത്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? നമ്മളൊരു ബീക്കർ എടുക്കുന്നു, ബീക്കറിൽ ആദ്യം കുറച്ച് ഒരു ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ വേറൊരു ഓയിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഹൈറ്റ് ആദ്യത്തിന്റെ H1, H2, H3, ആദ്യത്തിന്റെ ഡെൻസിറ്റി ρ1, രണ്ടാമത്തെ ρ2, രണ്ടാമത്തെ ρ3. അപ്പൊ നമുക്കറിയാം ρ1 GH1 പ്ലസ് ρ2 GH2 പ്ലസ് റോ3 GH3. ഈ രീതിയിലാണ് നമ്മൾ ഏറ്റവും ബോട്ടം പോയിന്റിലെ പ്രഷർ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്നിലെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും? എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ PN ഈക്വൽ ടു എന്താ വരിക? PN ഈക്വൽ ടു ഏറ്റവും ടോപ്പിൽ PA. ഈ എയറിന്റെ പ്രഷർ, ഇവിടെ ആണല്ലോ എയർ ഉള്ളത്, ഈ എയറിന്റെ പ്രഷർ ആട്ടോ ഈ ഗേജിൽ കാണിക്കുക. ഈ എയറിന്റെ പ്രഷറാണ് ഈ ഗേജിൽ കാണിക്കുക. സോ ഏറ്റവും മുകളിൽ PA. ഓക്കെ, PA ഏറ്റവും മുകളിൽ PA ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. PA പ്ലസ് പിന്നെ എന്നിലോട്ട് എടുക്കുമ്പോൾ അവിടെ എന്താ വരുന്നത്? ഇതുവരെ വാട്ടർ തന്നെയാണ് വരുന്നത്. ഇത്രയും ഭാഗം, അതായത് 60 സെന്റിമീറ്റർ.
60 സെന്റിമീറ്റർ അവിടെ ഏത് മാത്രമേ വരുന്നുള്ളൂ, എന്നിന് മുമ്പ് 60, കാരണം അപ്പുറത്തൊരു പാർട്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് മെർക്കുറി എന്തായാലും ഇങ്ങോട്ട് വരില്ല. സോ n വരെ ഇവിടെ 60 സെന്റിമീറ്ററിൽ വാട്ടർ മാത്രമാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് വരുന്നത്, റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 60 × 10⁻², 60 × 10⁻². ഓക്കെ ആണല്ലോ. ഇനി പി എം എന്ന് പറയുന്നത്, പി എം സീക്വൽ ടു എന്താണ് പി എം വരിക, അതിന്റെ മുകളിൽ പി എ ഉണ്ട് പ്ലസ്, പി എ ഉണ്ട് പ്ലസ്, പിന്നെ എന്ത് വരുന്നുണ്ട്, പി എ കഴിഞ്ഞാൽ പിന്നെ അതാ ഇത്രയും ഡിസ്റ്റൻസിൽ, അതായത് 60 മൈനസ് ഇവിടെ 10 ആണ്, 60 മൈനസ് 10 എന്ന് പറയുമ്പോൾ 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്ററിൽ വാട്ടർ വരുന്നുണ്ട്, പിന്നെ 10 സെന്റിമീറ്ററിൽ മെർക്കുറിയും വരുന്നുണ്ട്. എവിടെ എടുക്കുമ്പോൾ നമ്മൾ എമ്മിന്റെ പ്രഷർ കാണുമ്പോൾ അവിടെ ആദ്യം മുകളിൽ പി എ വരുന്നുണ്ട്, പിന്നെ ഒരു 50 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു 50 × 10⁻², പ്ലസ് ഏതും കൂടെ വരുന്നുണ്ട്, പ്ലസ് റോ ഓഫ് മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു മെർക്കുറിയുടെ നമുക്കറിയാം 13.6 അല്ലെ, സോറി മെർക്കുറി അല്ല, റോ ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് 10 × 10⁻², 10 × 10⁻². ഓക്കെ ആണല്ലോ. സോ അപ്പൊ നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ പറ്റും, 10 × 10⁻², 10 × 10⁻². അപ്പൊ നമുക്കറിയാം പി എൻ ഇസ് ഈക്വൽ ടു 1/3. പി എൻ എന്ന് പറയുമ്പോൾ പി എ പ്ലസ് റോ വാട്ടർ എന്ന് പറയുമ്പോൾ 1000ന്റെ ഒരു ഇത് ബാക്കി വരും 100 ഇൻറ്റു ജി ഇൻറ്റു 6 അല്ലെ. ഇവിടെ 10⁻², 60 ഒരു 0 ക്യാൻസൽ ആവും, 1000 ഒരു 0 ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 600 ജി. പി എ പ്ലസ് 600 ജി സീക്വൽ ടു 1/3 ഓഫ് പി എം ആണ് പറഞ്ഞത്. 1/3 ഓഫ് പി എം. പി എം എന്ന് പറയുന്നത് എത്രയാണ്, പി എ പ്ലസ് ഇവിടെ 50 ഒരു ഇത് മാറിപ്പോവും, 5 ഇൻറ്റു വാട്ടറിന്റെ വരുമ്പോൾ 500 ജി അല്ലെ. 50യുടെ 10⁻², 50യുടെ ഒരു 0, പിന്നെ 5 ഉണ്ടാവും, ഇവിടെ 1000, അതിലൊരു 500 ജി പ്ലസ് 500 ജി, പി എ പ്ലസ് 500 ജി പ്ലസ് ബാക്കി എത്ര വരുന്നത് 13600 ഇൻറ്റു ജി ഇൻറ്റു 10 × 10⁻². ഓക്കെ, അവിടെ 10⁻² ഒരു 10ഉം ഇതും പോവും, അപ്പോൾ 360 ജി. ഓക്കെ അല്ലേ, 1360. So that's equal to PA plus 600 G is equal to PA by 3. 1/3 ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. കുറച്ച് ഓരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എക്സാംസിന് സ്പീഡപ്പ് ആയി ചെയ്യാം. ഞാനത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. PA by 3 പ്ലസ് ബാക്കി എത്രയോടെ വരാം നമുക്ക്, 1360 G പ്ലസ് 500 G പ്ലസ് 500 എന്ന് പറയുമ്പോൾ ഓക്കെ അല്ലെ. 1360 അല്ല നമുക്ക് വരുന്നത്, 1360 പ്ലസ് 500 എന്ന് പറയുമ്പോൾ 0635 എന്ന് പറയുമ്പോൾ 358 180. അതിനെ ബൈ 3 കൊണ്ട് ചെയ്യുമ്പോൾ ഓക്കെ, അതിനെ ബൈ 3 കൊണ്ട് ചെയ്യുമ്പോൾ 18 എന്ന് പറയുമ്പോൾ 6 × 3 18, ബാക്കി 60 നമുക്ക് 620 ഓക്കെ, 620. സോ ദാറ്റ്സ് ഈക്വൽ ടു 620 G. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, 620 G. സോ നമുക്ക് എന്ത് കിട്ടും, ഈ പി എൻ അങ്ങോട്ട് എടുക്കാം. സോ പി എ മൈനസ് പി എ ബൈ 3 എന്ന് പറയുമ്പോൾ 2PA by 3 is equal to 620 by G എന്ന് പറയുമ്പോൾ 20 G. 620യും 600Gയും ക്യാൻസൽ ആവും, ബാക്കി 20 G. ദാറ്റ് ഈസ് പി എസ് ഈക്വൽ ടു 60 3 × 20 60 G divided by 2 that's equal to 30 G ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഏകദേശം 300 അടുത്ത്, 290 സംതിങ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് വരുന്നത്. ഓക്കെ, നമുക്ക് ഏകദേശം വരുന്നത് 294 പാസ്കൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു തന്ന ആൻസറിൽ കിലോ പാസ്കൽ ആണ്, 0.294 കിലോ പാസ്കൽ. ഓക്കെ, അവർ ആൻസർ ഈസ് 0.294 കിലോ പാസ്കൽ. ഓക്കെ ആണോ, പ്രോബ്ലം ക്ലിയർ ആണോ? കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, പക്ഷെ പെട്ടെന്ന് എക്സാമിന് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ സ്റ്റെപ്പും ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഒരാൾ ചെയ്യുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യാൻ പറ്റും, പി എൻ സീൽഡ് 1/3 PM എഴുതാം, പി എൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, PM എഴുതാം, അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ അങ്ങോട്ട് കിട്ടും, 4th or 5th സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, അത്യാവശ്യം ന്യൂമറിക്കൽ ചെയ്തവരാണെങ്കിൽ. ഓക്കെ, സോ ഇത് ക്ലിയർ അല്ലേ? അഷിൽ ക്ലിയർ ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദി അതേഴ്സ്? ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നിങ്ങൾ പറഞ്ഞാൽ മതി എവിടെയാണെന്നുള്ളത്. പി എൻ ഏരിയയിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് തന്ന ഞാൻ പറഞ്ഞില്ലേ, പി എൻ ഇസ് ഈക്വൽ ടു 1/3. ഒന്നും കൂടെ പറയാം, പി എൻ ഇസ് ഈക്വൽ ടു 1/3 PM ആണ് തന്നിട്ടുള്ളത്. പി എൻ എന്ന് പറയുന്നത് പി എ പ്ലസ് റോ ജി എച്ച്, ഇവിടെ റോ ജി എച്ച് ആണ്, റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 60 × 10⁻². ദെൻ പി എം എടുക്കുമ്പോൾ അവിടെ റോ ജി എച്ച് പി എ കഴിഞ്ഞിട്ട് 2 റോ ജി എച്ച് എടുക്കണം, ഒന്ന് വാട്ടറിൻ്റെത് റോ വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു 50 × 10⁻² പ്ലസ് അടുത്ത മെർക്കുറിയുടേത്. പിന്നെ നമ്മൾ തന്ന കണ്ടീഷനിൽ കൊടുക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 0.294 കിലോ പാസ്കൽ. ഓക്കെ ആണോ? ഇതാ ബാക്കിയുള്ളവർക്കൊന്നും റെസ്പോൺസ് ഇല്ലല്ലോ, മനസ്സിലായില്ലോ? പ്രോബ്ലം മനസ്സിലായിട്ടില്ലേ?
ഇല്ല, നിങ്ങൾ ഏത് സ്റ്റെപ്പാണെന്ന് പറയണം, എന്നാലേ പറയാൻ പറ്റൂ എവിടെ എങ്ങനെയാണ് പ്രശ്നം എന്നുള്ളത്. രേഷ്മ, ഓക്കെ. അമൃത, ഓക്കെ. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇതാ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഒരാൾക്ക് കൺവേർഷൻ ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അതുവരെ എവിടെയും കൺവേർഷൻ വരുന്നില്ല, ഒക്കെ കറക്റ്റ് തന്നെയാണ്. 60 സെന്റിമീറ്റർ നമ്മൾ 10⁻²⁻² കൊടുത്തിട്ടുള്ളത് ഒക്കെ മീറ്ററിലാക്കാനാണ്. അപ്പൊ 60 ഉള്ളടത്ത് 60 × 10⁻², 50 ഉള്ളടത്ത് 50 × 10⁻², 10 ഉള്ളടത്ത് 10 × 10⁻². ഇനി ഇവിടെ വരുന്നത് ഇതാണ് 60g/2, ദാറ്റ് ഈസ് 30 × g എന്ന് പറയും. 30 × g എന്ന് പറയുമ്പോൾ 30 × 9.8. സോ ദാറ്റ്സ് ഈക്വൽ ടു 30 × 9.8 എന്ന് പറഞ്ഞാൽ 294 പാസ്കൽ അല്ലെ. നമുക്ക് പാസ്കൽ, നമുക്ക് എന്താണ്, നമ്മൾ ഏതാണ്, പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ്, നമ്മളൊക്കെ SI യൂണിറ്റിലാണ് ചെയ്തത്. അതുകൊണ്ട് ലാസ്റ്റ് ആൻസർ എന്തായിരിക്കും, പാസ്കലിലായിരിക്കും, 294 പാസ്കൽ. ഇനി നമ്മൾ അതിനെ മാറ്റുമ്പോൾ എന്താണ് കിട്ടുക, ഇൻറ്റു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 294 പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താണത്, 0.294 × 10⁻³ പാസ്കൽ ആണ് അല്ലെ. ഞാൻ അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താണ്, 0.294 × 10⁻³ പാസ്കൽ ആണ്. ഈ 10⁻³ പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 കിലോ പാസ്കൽ ആണ്. സോ 0.294 കിലോ പാസ്കൽ, 0.294 കിലോ പാസ്കൽ. ഓക്കെ ആണോ? ഐഫോൺ കൺവേർഷൻ ക്ലിയർ ആണോ? അവിടെ അല്ലേ കൺവേർഷൻ ഡൗട്ട്? അതോ യെസ്, താങ്ക് യു. So we are going into next question. A YouTube manometer is used to measure the pressure in an oil pipe A, as shown in the figure below. The specific gravity of oil is 0.8 and that of mercury is 13.6. The equivalent gauge pressure in kilonewton per meter square is dash kilonewton per meter square. Okay, options തന്നിട്ടുണ്ട്. 1.2 kilopascal, 3.68 kilopascal, 11.77 kilopascal, 16.45 kilopascal. അപ്പോൾ നമ്മൾ യൂട്യൂബ് മാനോമീറ്ററിന്റെ കേസിലാണ്. നമ്മൾ എപ്പോഴും യൂട്യൂബ് മാനോമീറ്ററിന്റെ കേസിൽ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ. നമ്മൾ ഇവർ തമ്മിൽ ഉള്ള ഏറ്റവും ബോട്ടം, ഈ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ഈ ഒരു ബോട്ടം പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ ആക്കി എടുക്കുന്നു. ഈ ഒരു ബോട്ടം പ്ലെയിൻ നമ്മൾ ഡാറ്റ ആക്കി എടുക്കുന്നു. സോ ഇവിടെ രണ്ടോടത്തും സർഫസിൽ മെർക്കുറിയാണ്. അപ്പൊ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് ഏതനുസരിച്ച്, പാസ്കലും അനുസരിച്ച് ഈ 2 പോയിന്റ്, ഞാൻ ഇതിന് സിയും ഡിയും കൊടുക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റ് നമ്മൾ ഒറ്റ ഫ്ലൂയിഡ് ആണ് അല്ലെ, ഒറ്റ മെർക്കുറി എന്ന് പറഞ്ഞ ഒറ്റ ഫ്ലൂയിഡ് ആണ്. അതിന്റെ ഒരേ ലെവലിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു പാസ്കൽസിലോ എന്താ, അക്കോർഡിംഗ് ടു പാസ്കൽസിലോ PC = PD ആണ്. നമുക്ക് യൂട്യൂബ് മാനോമീറ്ററിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. യൂട്യൂബ് മാനോമീറ്ററിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്താൽ നമ്മൾ അതിന്റെ ഏറ്റവും ബോട്ടം, ഇപ്പൊ ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ നിങ്ങൾ വരയ്ക്കുന്നുണ്ട്, ഞാൻ എക്സാമ്പിൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഏതൊരു ട്യൂബാണ്. അപ്പൊ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ദെൻ മെർക്കുറി ഉണ്ട്, മെർക്കുറി വരുന്നുണ്ട്, മെർക്കുറി ഇതുവരെ വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഫ്ലൂയിഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന വേറെ ഫ്ലൂയിഡ് ആണ്. അത് ഇവിടെ വേറെ ഫ്ലൂയിഡ് ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ വേറെ ഫ്ലൂയിഡ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക്. അപ്പൊ നമ്മൾ ഏതാണ് നമ്മൾ ഇവിടെ ഡാറ്റ ആക്കി എടുക്കേണ്ടത്? നമ്മൾ ഡാറ്റ ആക്കി എടുക്കേണ്ടത് ഏതാണ്? പ്ലെയിൻ ആയിട്ട് എടുക്കേണ്ടത്, ഡാറ്റം പ്ലെയിൻ. നമ്മൾ ഏറ്റവും ട്യൂബിൽ ബോട്ടുള്ള ഈ ഒരു പ്ലെയിൻ. ഓക്കെ, കാരണം ഇവിടെ മെർക്കുറി ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 പോയിന്റിലും പ്രഷർ സെയിം ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂട്യൂബ് മാനോമീറ്ററിന്റെ ഏതൊരു സംഭവം ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുമ്പോൾ ഈ പ്രോബ്ലത്തിൽ pressure at C is equal to pressure at D എന്ന് എടുക്കുന്നു. Pressure at C is equal to pressure at D. ഇനി pressure at C എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഇവിടെ A എന്ന് പറയുന്ന സംഭവം അതേ പ്രഷറിനായിരിക്കും ഇവിടെയും വരുന്നത്, കാരണം അതൊരൊറ്റ പ്ലെയിനിലാണ്. ഈ പോയിന്റിൽ P എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ PA വരുന്നത്. പിന്നെ പ്ലസ് ഇത്രയും ഭാഗത്തെ പ്രഷർ, അത്രയും പ്രഷർ അല്ല സിയിൽ ആക്ട് ചെയ്യുന്നത്. ഈ പോയിന്റിൽ P എന്ന് പറയുന്നുണ്ട്, ഞാനിത് ഇവിടെ റെഡിൽ മാർക്ക് ചെയ്ത് ഈ പോയിന്റിൽ PA എന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് 20 സെന്റിമീറ്ററിൽ പിന്നെയും ആ ലിക്വിഡിന്റെ കോളം വരുന്നുണ്ട്, അതിന്റെയും കൂടെ പ്രഷർ ഉണ്ടാവും. സോ അതും കൂടെ കൂട്ടിയതാണ് PC വേണ്ടത്. അപ്പൊ PC എന്താ വേണ്ടത്? PC PA പ്ലസ് റോ, അതിന്റെ ഡെൻസിറ്റി. അവിടെ എന്താണ്, ഓയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓയിൽ 0.8 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. നിങ്ങൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു വാല്യൂ കിട്ടിയാൽ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്തിന് നിങ്ങളുടെ മൈൻഡിലോട്ട് വരണം, ഇൻറ്റു 1000 കൊടുത്താൽ അതിന്റെ ഡെൻസിറ്റി കിട്ടും എന്നുള്ളത്. സോ 0.8 ആയതുകൊണ്ട് 800 ആണ് ഡെൻസിറ്റി വരിക, ഇൻറ്റു G ഇൻറ്റു 800 G ഇൻറ്റു എത്രയാണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ. സോ 20 × 10⁻², 20 × 10⁻², which is equal to PD. എന്താണോ PD വരിക? ഇവിടെയാണ് PD എന്ന് പറയുന്നത്. അവിടെ 10 സെന്റിമീറ്റർ മെർക്കുറി കോളം ആണുള്ളത്. നമ്മൾ ഈക്വലന്റ് ഗേജ് പ്രഷർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം, ഈക്വലന്റ് ഗേജ്. ഇനി ഒന്നും പറഞ്ഞിട്ടില്ല, ഈക്വലന്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളെങ്കിലും നമ്മൾ ഏതെടുത്താൽ മതി? ഗേജ് പ്രഷർ എടുത്താൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മാനോമീറ്റേഴ്സിലൊക്കെ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് എടുക്കുന്നത് പ്രഷർ ആണ്, ഗേജ് പ്രഷർ ആണ്. അപ്പൊ ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? PATM നമുക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഒരു PATM ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ആ PATM നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. സോ മെർക്കുറിയുടെ 10 സെന്റിമീറ്ററിന്റെ മാത്രം എടുത്താൽ മതി. മെർക്കുറിയുടെ നമുക്കറിയാം 13600 ഇൻറ്റു G ഇൻറ്റു H എത്രയാണ്? 10 സെന്റിമീറ്റർ. സോ 10 × 10⁻². ഇത്രേ ഉള്ളൂ. ഇതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? PA കണ്ടുപിടിക്കാം. സോ PA പ്ലസ്
10⁻², 0, 0. So എന്ത് കിട്ടും? 2 × 8. സോ നമുക്ക് 0, 2 × 8, 160G അല്ലെ? 160G is equal to 160G is equal to ഇവിടെ ഇതും ക്യാൻസൽ ചെയ്ത് കിട്ടും 360G, 360C. So PS equal to 1360G minus 160G. So that's equal to ഇവിടുന്ന് 160 ഒഴിവാക്കിയാൽ 303 1200G എന്ന് വരും. അപ്പൊ ഏകദേശം നമുക്ക് എന്ത് കിട്ടും? 12,000-ലും കുറച്ച് കുറഞ്ഞ വാല്യൂ, 12,000-ലും കുറഞ്ഞ വാല്യൂ കിട്ടും, ദാറ്റ് ഓഫ് പാസ്കൽ. ഓക്കെ, അതായത് 11,000 കിട്ടും, അല്ലെങ്കിൽ 11,000 സംതിങ് വാല്യൂ പാസ്കൽ കിട്ടും. ആ പാസ്കലിനെ നമ്മൾ കിലോ പാസ്കലോട്ട് മാറ്റുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 12 കിലോ പാസ്കൽ കിട്ടും. അപ്പൊ 12-നേക്കാളും കുറച്ച് കുറഞ്ഞൊരു വാല്യൂ, കാരണം നമ്മൾ 9.8 എടുക്കുന്നത് ഞാൻ 10 ആണ് എടുത്തത്, അപ്പൊ കുറഞ്ഞ വാല്യൂ. അപ്പൊ നമ്മൾ ആൻസറിൽ നോക്കുക 12-ലും കുറച്ച് കുറഞ്ഞൊരു വാല്യൂ ഏതാണെന്നുള്ളത്. 12 കിലോ പാസ്കലും കുറച്ച് കുറഞ്ഞൊരു വാല്യൂ ഏതാണ് നമുക്ക് ഇവിടെ വരുന്നത്? 11.77 കിലോ പാസ്കൽ. ഓക്കെ, 11.77 കിലോ പാസ്കൽ. So our answer is option C, 11.77 kilo Pascal. Okay ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 11.77 കിലോ പാസ്കൽ. ക്ലിയർ അമൃത? ഓക്കെ, ബാക്കിയുള്ളവർക്കും ഓക്കെ അല്ലടോ? ഓക്കെ, താങ്ക് യു. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പ്രഷർ ഹെഡ് ഓഫ് 100 മീറ്റർ, ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു പ്രഷർ ഹെഡ് ഓഫ് 100 മീറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ പ്രഷർ ഹെഡ് ആണ് തന്നിട്ടുള്ളത്, H is equal to 100 m ഓഫ് വാട്ടർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പ്രഷർ ഹെഡ് ഓഫ് 100 മീറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇന്റൻസിറ്റി ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇന്റൻസിറ്റി ഓഫ് പ്രഷർ എന്താണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇന്റൻസിറ്റി ഓഫ് പ്രഷർ P is equal to rho GH ആണ് അല്ലെ? rho GH പാസ്കൽ ആണ്. അതിൽ H is equal to നമ്മൾ എഴുതുന്ന P by rho G. H is equal to നമുക്ക് P by rho G എന്ന് എഴുതാം. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രഷർ ഹെഡ് ഇൻ മീറ്റർ എന്ന് പറയുന്നത് അല്ലെ? പ്രഷർ ഹെഡ് ഇൻ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രഷർ ഹെഡ് തന്നാൽ അത് വേറൊരു ഫ്ലൂയിഡിന്റെ പ്രഷർ ഹെഡിലോട്ട് മാറ്റാൻ യൂസ് ചെയ്യുന്ന കൺവേർഷൻ ഇക്വേഷൻ ആണ്. നമ്മൾ ഒരുപാട് എക്സാംസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. S1H1 is equal to S2H2 എന്ന് പറയുന്നത്. ഓക്കെ, S1H1 is equal to S2H2. എന്താണ് S1 എന്ന് പറയുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫസ്റ്റ് ഫ്ലൂയിഡ്. H1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ്. ഓക്കെ, S2 എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സെക്കൻഡ് ഫ്ലൂയിഡ്. H2 എന്ന് പറഞ്ഞാൽ അതിന്റെ കോളം ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കണം. എ പ്രഷർ ഹെഡ് ഓഫ് 100 മീറ്റർ ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 105 മീറ്റർ ഓഫ് കെറോസിൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. വാട്ടറിന്റെ S1 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? അതെല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. സോ S1H1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു വാട്ടറിന്റെ 1 എടുത്തു. വാട്ടറിന്റെ ഹെഡ് എന്ന് പറയുന്നത് 100 ആണ്. 100 is equal to കെറോസിന്റെ S എന്ന് പറയുന്നത് 0.8 ആണ്. കെറോസിന്റെ 0.8 ആണ്. 0.8 ഇൻറ്റു 105. 0.8 ഇൻറ്റു 105. ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കുക. ഓക്കെ, 105 ഇൻറ്റു 0.8 100 ആണോ നോക്കുക. ആണല്ലോ, 105 ഇൻറ്റു 8 105 ഇൻറ്റു 8 0.8 404080 1 ഇൻറ്റു 8 800 അല്ലേ വരുന്നത്? 1 ഇൻറ്റു 8 800. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, ഇത് ഈക്വൽ അല്ല, അത് തെറ്റാണ്. ഇനി രണ്ടാമത്തത് 90 മീറ്റർ ഓഫ് ടൂളിൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8. അതെന്തായാലും അല്ല, കാരണം നമുക്കറിയാം 1 ഇൻറ്റു 100 is equal to ഒരിക്കലും ഇത് വരില്ല, 0.8 ഇൻറ്റു 90 വരില്ല. അപ്പൊ അതും വരുന്നില്ല. ഓക്കെ, മൂന്നാമത്തത് 62 പോയിന്റ് കാർബൺ സ്പെസിഫിക് ഗ്രാവിറ്റി വേണമെങ്കിൽ നോക്കാം. നമുക്ക് 100 കിട്ടുന്നുണ്ടോ എന്നുള്ളത്. 62.5 ഇൻറ്റു 1.6. ഓക്കെ, 1.6 5 ഇൻറ്റു 60 30 0 3 വരും. Then 5 into 6 30 0 3 2 into 6 12 15 1 6 36 37 5 2 6 0 5 into 5 0 7 2 9 1 0 then 1 3 6. ഓക്കെ, ഇത് കിട്ടുന്നുണ്ട് അല്ലേ? 3 6 9 1 100. സോ നമുക്ക് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 62.5 ഇൻറ്റു 1.6 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 100 കിട്ടുന്നുണ്ട്. ഓക്കെ, 62.5 ഇൻറ്റു 1.6 കൊടുത്താൽ നമുക്ക് ഏത് കിട്ടുന്നുണ്ട്? 100 കിട്ടുന്നുണ്ട്. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? അപ്പോൾ അത് കറക്റ്റ് ആണ്. ഏത്? 1 ഇൻറ്റു 100 is equal to നമ്മൾ ഈ പറഞ്ഞ 1 ഇൻറ്റു 100 is equal to എന്താണ്? 62.5 ഇൻറ്റു 1.6 ആണ്. 62.5 ഇൻറ്റു 1.6. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? 62 മീറ്റർ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.6. അതായത് നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി. S1H1 is equal to S2H2 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മെർക്കുറിയുടെ ടൈമിൽ അല്ലെങ്കിൽ വാട്ടറിന്റെ ടൈമിൽ തരും. എന്നിട്ട് നമ്മളതിൽ ഓയിലിന്റെ വേറൊരു ഫ്ലൂയിഡിന്റെ ടൈമിൽ നമുക്ക് പ്രഷർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 10 ക്ലിയർ അല്ലേ? ഓക്കെ,
ക്ലിയർ അല്ലടോ ക്വസ്റ്റ്യൻ? ഒന്ന് ചാറ്റിൽ പറയണേ ആരെങ്കിലും. ഓക്കെ അമൃത, താങ്ക് യു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. ദ ഫോളോയിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, ചാറ്റിൽ എല്ലാ സമയത്തും നോക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ മതി. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ പ്രഷർ. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദി pressure exerted by a fluid on a submerged curved surface. അപ്പോൾ നമ്മൾ pressure exerted by a fluid on a different surface നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ സർഫസിൽ എങ്ങനെയാണ് ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ സർഫസിൽ എങ്ങനെയാണ്, ഇൻക്ലൈൻഡ് സർഫസിൽ എങ്ങനെയാണ്, അതുപോലെ കർവ്ഡ് സർഫസിൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ കർവ്ഡ് സർഫസിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ എ സബ്മേർജ്ഡ് കർവ്ഡ് സർഫസ്. എന്താണ് നമ്മൾ കർവ്ഡ് സർഫസിന്റെ കേസിൽ ഫോഴ്സ് പറഞ്ഞിട്ടുള്ളത്? കർവ്ഡ് സർഫസിന്റെ കേസിൽ എഫ് ഞാൻ എടുക്കുന്നു, ടോട്ടൽ ഫോഴ്സ് എക്സെട്ര ആണെങ്കിൽ അതവിടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ കമ്പൗണ്ട് എടുക്കുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പൗണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ, വെർട്ടിക്കൽ കമ്പൗണ്ട്. എന്താണ് ഈ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? ഹൊറിസോണ്ടൽ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പ്രൊജക്റ്റഡ് ഏരിയ, ഈ ഏരിയനെ പ്രൊജക്റ്റഡ് ഏരിയ ആയിട്ട് എടുക്കുന്നു, എന്നിട്ട് അവിടെയുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. എന്താണ് ഈ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? വെർട്ടിക്കൽ എഫ് വി എന്ന് പറയുന്നത് ഇവിടെ ഇത് കളക്ട് ചെയ്യുന്ന ടോട്ടൽ വാട്ടറിന്റെ വെയിറ്റ്. ഓക്കെ ആണല്ലോ, അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കാം. The vertical component of the hydrostatic force acting on a submerged curved surface acts through the center of volume of the fluid directly above the submerged area. Clear ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ല, കാരണം സബ്മേർജ്ഡ് ഏരിയ ആണ്. അത് പറഞ്ഞിട്ടുള്ള കുറച്ച് കൺഫ്യൂഷനിങ് ആക്കുന്ന രീതിയാണെന്നുള്ളൂ. ഈ മുകളിലുള്ള ഈ പറയുന്ന ഈ സംഭവമാണ് ഇത് നമ്മുടെ സബ്മേർജ്ഡ് ഏരിയ എന്ന് പറയുന്നത്. ആ സബ്മേർജ്ഡ് ഏരിയയുടെ മുകളിൽ സെന്റർ ഓഫ് വോളിയത്തിന്റെ, കാരണം നമ്മൾ ഇതിന്റെ വെയിറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വെയിറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു വോളിയത്തിലുള്ള വെയിറ്റ് ആണ് എടുക്കുന്നത്, അത് ഇതിലൂടെയാണ് ആക്ട് ചെയ്യുക, സെന്റർ ഓഫ് വോളിയത്തിലൂടെയാണ് അത് ആക്ട് ചെയ്യുക. ഓക്കെ, അതിനാണ് സെന്റർ ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ സെന്റർ ഓഫ് വോളിയത്തിലൂടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അത് കറക്റ്റ് ആണ്. The vertical component of hydrostatic force acting on a submerged curved surface acts through the center of volume of the fluid directly above the submerged area. അത് ഉദ്ദേശിച്ചത് തന്നെയാണോ ഏത്? നമ്മളെ ഡയറക്ട്ലി അബോവ് ദി സബ്മേർജ്ഡ് ഏരിയയുടെ മുകളിൽ എത്ര വോളിയം ഉണ്ടോ അത്രയും വോളിയം വാട്ടറിന്റെ വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത്, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സെക്കൻഡ് വൺ, ദി ഹോറിസോണ്ടൽ കമ്പൗണ്ട് ഓഫ് ദി ഫോഴ്സ്, അതായത് HF ആണ്, സോറി FH ആണ്, acting on a curved surface is the hydrostatic force acting on the vertical projection of the curved surface. അത് നമ്മൾ ഈ പറഞ്ഞു തന്നെയാണ്. ഈ കർവ്ഡ് സർഫസിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഇവിടെ എടുക്കുക, അവിടെയുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതും ഓക്കെ ആണ്. അപ്പൊ ഫസ്റ്റത്തത് ഓക്കെ, സെക്കൻഡ് ഓക്കെ. തേർഡ് വൺ, the resultant force on a curved surface acts on the bottom of the curved surface. അത് തെറ്റാണ്. ഈ കർവ്ഡ് സർഫസിന്റെ ബോട്ടത്തിലല്ല ആക്ട് ചെയ്യുന്നത്, ഇവിടെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ആ കർവ്ഡ് സർഫസിന്റെ ടോപ്പിൽ തന്നെയാണ് ഏത് ആക്ട് ചെയ്യുന്നത്? റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദി കർവ്ഡ് സർഫസ് തന്നെയാണ്. അപ്പൊ ഇതിൽ ഏത് മാത്രമാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഏത് മാത്രമാണ്? നമ്മൾ ഫിഗർ ഒക്കെ വരച്ച് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അതിപ്പോ നമ്മൾ എടുക്കുന്നത് ഇതാണ്. നമ്മൾ എന്ത് എടുക്കുന്നത്? ഒരു കർവ്ഡ് സർഫസ് എടുക്കുന്നെങ്കിൽ ഇവിടെയാണ് FH വരിക, ഇവിടെയാണ് FV വരിക, ഇവിടെയാണ് എന്ത് വരിക? F എന്ന് പറയുന്ന ടോട്ടൽ ഫോഴ്സ് വരിക. ഒരിക്കലും ഔട്ട്സൈഡ് അല്ല, ബോട്ടം ഓഫ് ദി ടോപ്പ് ഓഫ് ദി കർവ്ഡ് സർഫസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഏത് മാത്രമേ നമുക്ക് കറക്റ്റ് ഉള്ളൂ? ഓൺലി 1 and 2 ആർ കറക്റ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമ്മൾ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ കർവ്ഡ് ആണ് പറഞ്ഞത്. ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടലും ഇൻക്ലൈൻഡും പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്വസ്റ്റൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ദെൻ ക്വസ്റ്റൻ നമ്പർ 12. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ എ സബ്മേർജ്ഡ് സർഫസ്. കർവ്ഡ് ആണെന്നും പറഞ്ഞിട്ടില്ല, ഏതോ സബ്മേർജ്ഡ് സർഫസുകളാണ്. ദ പ്രഷർ സെന്റർ, അതായത് സെന്റർ ഓഫ് പ്രഷർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെന്റർ ഓഫ് പ്രഷർ ഈസ് ആൾവേസ് ബിലോ ദി സെൻട്രോയിഡ് ഓഫ് എനി പ്ലെയിൻ submerged surface that is not horizontal. ഹോറിസോണ്ടൽ അല്ലാത്ത പ്ലെയിൻ സർഫസ് എടുത്താൽ, അതായത് ഒന്നെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്. അപ്പൊ ഈ രണ്ടിന്റെ കേസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ CG ഞാൻ ഇതാണ് എടുക്കുന്നതെങ്കിൽ, CG ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ, രണ്ട് കേസിലും CP എവിടെയായിരിക്കും? CP ബിലോ ദി CG ആയിരിക്കും. നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോ, CP ബിലോ ദി CG ആയിരിക്കും. എന്താണ് CP? സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ സെന്റർ അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയും. എന്താണ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളത്? സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പോയിന്റ് ഇൻ വിച്ച് ദ റിസൾട്ടന്റ് ടോട്ടൽ പ്രഷർ ആക്ടിങ് ഓൺ ദി പ്ലെയിൻ. നമ്മളെ പ്ലെയിനിൽ റിസൾട്ടന്റ് ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന, ആ റിസൾട്ടന്റ് ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് പ്രഷർ. സോ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, വെർട്ടിക്കൽ പ്ലെയിനിലും ഇൻക്ലൈൻഡ് പ്ലെയിനിലും പ്രഷർ സെന്റർ എന്തായിരിക്കും? ബിലോ ദ സെൻട്രോയിഡ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ടോട്ടൽ ഫോഴ്സ് ഓൺ എ കർവ്ഡ് സർഫസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ആവറേജ് ഫോഴ്സ് ആൻഡ് സബ്മേർജ്ഡ് ഏരിയ. ഓക്കെ, ടോട്ടൽ ഫോഴ്സ് ഓൺ എ കർവ്ഡ് സർഫസിലെ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ആവറേജ് ഫോഴ്സ് ആൻഡ് സബ്മേർജ്ഡ് ഏരിയ. ഇതല്ലല്ലോ നമ്മൾ ഇങ്ങനെയല്ല എടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് ടോട്ടൽ ഫോഴ്സ് നമ്മൾ പ്ലെയിൻ സർഫസിൽ, കർവ്ഡിലല്ല, പ്ലെയിൻ സർഫസിലാണ് നമ്മൾ ആവറേജ് ഫോഴ്സിന്റെയും അതുപോലെ സബ്മേർജ്ഡ് ഏരിയയുടെയും നമ്മൾ എന്തെടുക്കുന്നത്? പ്രോഡക്റ്റ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ FH ഉം FV ആയിട്ട് എടുത്തിട്ടാണ് എടുക്കുന്നത്. ദെൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്
The magnitude of hydrostatic pressure at a particular depth is a function of the shape of the surface. The magnitude of hydrostatic pressure ആണ്. Hydrostatic pressure ഒരിക്കലും എന്തല്ല, ഷേപ്പ് ഓഫ് ദി സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഷേപ്പ് ഓഫ് ദി സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതായത് ഇപ്പൊ നമ്മൾ 3 ബോട്ടിൽ എടുത്താലും, ഇപ്പൊ ഞാനിതാ ഈ ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ എടുക്കുന്നു, അടുത്ത് ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുന്നു. ഇപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി വേറെ ഷേപ്പിനെങ്കിലും അത് എടുക്കാം. നമ്മളിതാ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വാട്ടർ ഫില്ല് ചെയ്താൽ ഏത് ഹൈറ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഹൈറ്റിലൊക്കെ എന്തായിരിക്കും, പ്രഷർ സെയിം ആയിരിക്കും. ഈ പോയിന്റുകളിലൊക്കെ പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും രണ്ടാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഷേപ്പ് ഓഫ് ദി സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ. The vertical compound of force on a body completely submerged in a static reservoir of fluid is equal to the weight of the fluid. നമ്മൾ ബോയൻസിയുടെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. The vertical compound of the force on a body. ഓക്കെ, നമ്മളൊരു ഫ്ലൂയിഡിൽ വെച്ചിട്ടുള്ള ബോഡിയുടെ ബോയൻസി ഫോഴ്സിൽ പറയുന്നുണ്ട്. ഒരു ബോഡി എടുത്താൽ ആ ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റ് ആണ് അല്ലെ, നമ്മൾ ബോയൻസിയിൽ പറയുന്നുണ്ട്. സോ അതും ക്ലിയർ ആണ്. The vertical compound of force on a body completely submerged in a static reservoir of a fluid is equal to the weight of the fluid displaced by the body. ഓക്കെ, അപ്പൊ 1 ഉം 4 ഉം, പക്ഷെ ഇവിടെ 1 ഉം 2 ഉം ആൻസർ വരേണ്ടതാണ്. അപ്പൊ ഇവിടെ ടോട്ടൽ ഫോഴ്സ് ഓൺ എ പ്ലെയിൻ സർഫസ് ആട്ടത് വരുന്നത്, കെർവ്ഡ് സർഫസ് അല്ല നമുക്ക് വരുന്നത്. ഇവിടെ വരുന്നത് ആക്ച്വലി പ്ലെയിൻ സർഫസ് ആണ്. പ്ലെയിൻ സർഫസ് ആണ്. ടോട്ടൽ ഫോഴ്സ് ഓൺ എ പ്ലെയിൻ സർഫസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ആവറേജ് ഫോഴ്സ്. കാരണം നമ്മൾ ടോട്ടൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുന്നതാണ്. ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ഇൻറ്റു സബ്മേർജ്ഡ് ഏരിയ, ഫോഴ്സ് ഇൻറ്റു ഏരിയ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഏരിയ എന്നുള്ള ടോട്ടൽ ഫോഴ്സ് ഇത് വരുന്നത് is equal to product of the average force into submerged area. അങ്ങനെ വരുന്നത്. അപ്പൊ 2 ഉം കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ആക്ച്വലി ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 1, 2 and 4 ആർ കറക്റ്റ്. 1, 2 and 4 ആർ കറക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുകളും അതുപോലെ അസേർഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ഇന്ന സ്റ്റേറ്റ്മെന്റ് മറ്റേത്, അതുപോലെ 1, 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 2 and 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 4 and 3 ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മൾ ESCയുടെ പ്രീവിയസും അതുപോലെ ഗേറ്റിന്റെ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. നമുക്കത് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് PSCക്ക് അതുപോലെ ചോദിച്ചിട്ടില്ലെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വഴി, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ടോപ്പിക്ക് റെഫർ ചെയ്യുന്നത് വഴി നമുക്ക് നല്ലൊരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ, കവർ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് 13th one. ദ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. For a vertically immersed surface, the depth of the center of pressure is independent of the density of the fluid. Okay, for a vertically immersed surface, the depth of the center of pressure. Depth of the center of pressure equation എന്താണ്? Depth of the center of pressure is h bar is equal to ICG, center of gravity moment of inertia through centroidal axis divided by AH, area into h എന്ന് പറയുന്ന center of gravity ലോട്ടുള്ള ഡിസ്റ്റൻസ് പ്ലസ് h എന്നാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. h bar is equal to ICG divided by AH plus h. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അത് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡിന് ഇൻഡിപെൻഡന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കറക്റ്റ് ആണ്. എന്താണ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡിന് ഇൻഡിപെൻഡന്റ് ആണ് ഇതെന്ന് പറയുന്നത്, നമ്മളെ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, സെന്റർ ഓഫ് പ്രഷർ ലൈസ് എബോവ് ദി സെന്റർ ഓഫ് ഏരിയ ഓഫ് ദി ഇമ്മേഴ്സ്ഡ് സർഫസ്. ആണോ, നമ്മൾ വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് പ്ലേറ്റ് ആണ്. വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് ബസിന്റെ CP എബോ ആണ്. സെന്റർ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ CG തന്നെയാണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ സെൻട്രോയിഡ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ എബോ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ല അതിന്റെ ബിലോ ആണ് ഓൾവേസ്. ഏതൊരു കേസ് എടുത്താലും വെർട്ടിക്കൽ പ്ലെയിൻസിലും അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് പ്ലെയിൻസിലും നമ്മുടെ CGയുടെ ബിലോ ആണ് ഇത് വരിക, CP വരിക. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. നമ്മൾ 2 പോയിന്റ് പഠിക്കാറുണ്ട് CP പഠിക്കുന്ന സമയത്ത്. CP പഠിക്കുമ്പോൾ 2 പോയിന്റ് നോട്ടായിട്ട് പറയാറുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, CP ഓൾവേസ് ബിലോ CG ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് CP ഓൾവേസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആയിരിക്കും. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓക്കെ ആണ്, രണ്ടാമത്തെ എന്താണ് ഇതാണ്. അപ്പൊ നമ്മൾ ആൻസർ ഓപ്ഷൻ C ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് false. Okay, then question number 14 problem ആണ്. If a rectangular plate, നമുക്ക് 15 വരെ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നെക്സ്റ്റ് സെഷനിലോട്ട് എടുക്കാം. 9 മണിയോടെ എടുത്തിട്ടുണ്ട്. If a rectangular plate 4 meter 3 meter, അപ്പൊ ആ പ്ലേറ്റിന്റെ ഏരിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് 4 meter 3 meter, ഏരിയ കിട്ടിയിട്ടുണ്ട് 4 meter 3 meter, is completely submerged under water as shown in the given figure. അപ്പൊ ഫിഗറിൽ തന്ന പോലെ തന്നെ എടുത്താൽ മതി. Then the hydraulic thrust on the plate would nearly, എന്താണ് ഹൈഡ്രോളിക് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്താണ് ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ടോട്ടൽ പ്രഷർ
ടോട്ടൽ പ്രഷർ എഫ് അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് രണ്ടും സെയിം തന്നെ. ടോട്ടൽ പ്രഷർ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് is equal to rho g h into area. rho g h into area. റോ 1000 നമുക്കറിയാം, ജി നമുക്കറിയാം. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഞാൻ ഇതാണ് സി ജി എടുക്കുന്നെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആ എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നമ്മളിവിടെ ട്രയാങ്കിൾ എടുക്കുന്നു. അപ്പൊ ഞാൻ ഇതാ ഇങ്ങനെ ട്രയാങ്കിൾ എടുത്തു. ഓക്കെ ആണല്ലോ. അതിന്റെ ഇത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. 4 മീറ്റർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 1 മീറ്റർ ഇവിടെ ഇത് ടോട്ടൽ 4 മീറ്റർ ആണ് ഈ എൻഡിലോട്ട്. അപ്പൊ അതിൽ 1 മീറ്റർ ഒഴിവാക്കിയാൽ ബാക്കി എത്ര വരുന്നത്? 3 മീറ്റർ. ഓക്കെ, അപ്പൊ ഞാനൊരു ട്രയാങ്കിൾ എടുത്താൽ ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇത് 4 മീറ്റർ, ഇത് മുതൽ ഇതുവരെ, ഇത് 3 മീറ്റർ. ഓക്കെ ആണല്ലോ. ഞാൻ ഈ 4 മീറ്ററിന്റെ സെന്റർ എടുത്താൽ ഇത് 2 മീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിളിന്റെ അല്ലെ, നമ്മൾ ട്രയാങ്കിളിന്റെ ഇത് വെച്ചിട്ട് പ്രൊപ്പോർഷണൽ സംഭവം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ 4ന്റെ നമ്മൾ 2 ആക്കി എടുക്കുമ്പോൾ ഈ 3ന്റെയും കറക്റ്റ് ഹാഫ് വരുമ്പോൾ ഇത്രയും ഭാഗം എത്ര ആയിരിക്കും വരുന്നത്? 1.5 ആണ് വരിക. ഓക്കെ, നമ്മൾ എന്തോ ഒരു മാത്സിൽ നമ്മൾ ട്രയാങ്കിളിന്റെ കേസിൽ പറയുന്നുണ്ട്, പ്രൊപ്പോർഷണൽ സംതിങ് ആണ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മൊത്തം 4 ആണ്, ഇത് മൊത്തം 4 ആണ്. അതിന്റെ ഹാഫ് ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഹാഫിലായിരിക്കുമല്ലോ ഒരു എന്താണ് ഇവിടെ റെക്ടാംഗുലർ പ്ലേറ്റ് ആണ്. ഒരു റെക്ടാംഗുലർ പ്ലേറ്റിന്റെ സെന്റർ ആയിരിക്കും സി ജി എന്നുള്ളത് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഒരു റെക്ടാംഗുലർ പ്ലേറ്റിന്റെ സെന്റർ ആയിരിക്കും സി ജി. അപ്പൊ 2 മാറിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് 2 മാറിയിട്ടായിരിക്കും. അപ്പോൾ ഈ 4ൽ 2 ആക്കുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഹൈറ്റ് എടുക്കും. ഇത് മൊത്തത്തിൽ 3 ആണ്, അതിന്റെ പകുതി, അതായത് ഈ 4ന്റെ പകുതിയാണ് 2. സോ 3ന്റെ പകുതി ആയിരിക്കും ഇത് 1.5. പിന്നെ സർഫസിലോട്ട് പിന്നെ എത്ര വരുന്നുണ്ട്? ഒരു 1 കൂടെ വരുന്നുണ്ട്. സർഫസിലോട്ട് ഒരു 1 മീറ്റർ കൂടെ വരുന്നുണ്ട്. അപ്പൊ എച്ച് എത്രയുടെ കൂടെ വരിക? 1 മീറ്റർ കൂടെ. സോ എച്ച് is equal to എത്രയാണ്? 1.5 plus 1. So that's equal to 2.5 meter. 2.5 meter. Millimeter അല്ല, മീറ്റർ. 2.5 മീറ്റർ. അപ്പൊ നമുക്ക് എഫ് കാണാലോ. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് is equal to റോ എന്ന് പറയുമ്പോൾ 1000 വാട്ടർ ആണ്, ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 2.5, ദാറ്റ് ഈസ് 5/2 ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് 3 × 4 12. 3 × 4 12. So 6. So that's equal to 5 × 6 30. 30 into g. Okay. 5 × 6 30. 30 into g എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ 10 എടുക്കാം. ഇൻറ്റു 1000 വരെ നമുക്ക് കിലോ ന്യൂട്ടൺ എടുക്കാം. കിലോ ന്യൂട്ടൺ. ഓക്കെ, 1000 ന്യൂട്ടൺ ആണ് വരിക. 1000 വരെ ഞാൻ കിലോ ന്യൂട്ടൺ എടുത്തു. ഏകദേശം 300 അടുത്ത്, അതായത് 294 കിലോ ന്യൂട്ടൺ. നമുക്ക് ആൻസർ കിട്ടുന്നത്, അതായത് 10 വരെ 9.8 എടുക്കുന്നു. 9.8 എടുത്താൽ 30 × 9.8 എന്ന് പറയുന്നത് 294 ആണ്. 294. ഓക്കെ, സോ 294 കിലോ ന്യൂട്ടൺ. സോ ഓപ്ഷൻ സി ഇസ് അവർ ആൻസർ, 294 കിലോ ന്യൂട്ടൺ. ഓക്കെ, 294 കിലോ ന്യൂട്ടൺ. ഡൗട്ട് ഇല്ലല്ലോ പ്രോബ്ലത്തിൽ? ക്ലിയർ ആണല്ലോ. സോ 14 ഓക്കെ അല്ലോ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പ്രീവിയസിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സിവിലിന്റെ ഗേറ്റ് എക്സാം എടുത്താലും SSC JE ഒക്കെ എടുത്താലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പ്രോബ്ലംസ് ന്യൂമറിക്കൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫോഴ്സസ് ഓൺ എ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സർഫസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സർഫസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ലാസ്റ്റ് വരുന്നതാണ് എ സർക്കുലർ ഡിസ്ക് ഓഫ് ഡയമീറ്റർ d is immersed vertically in a liquid of density rho. The topmost point of the disk is just touches the liquid surface. The depth of the center of pressure from the liquid surface is. അപ്പോൾ ഇതാണ് നമ്മുടെ ലിക്വിഡ് സർഫസ്. ആ ലിക്വിഡ് സർഫസിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സർക്കുലർ പ്ലെയിൻ നിൽക്കുന്നത്. ഓക്കെ, സർക്കുലർ പ്ലെയിൻ നിൽക്കുന്നത്. അതിന്റെ ഡയമീറ്റർ d എന്ന് എടുക്കാം. ഓക്കെ, ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണ്. ഇതിന്റെ ഡയമീറ്റർ ഞാൻ എന്തെടുക്കുന്നു? ഡയമീറ്റർ d എന്ന് എടുക്കുന്നു. ഡയമീറ്റർ d എടുത്തു. അപ്പൊ നമുക്കറിയാം സി ജി സെന്ററിലാണ് വരിക. അതായത് d/2 വരിക. ടോപ്പ് മോസ്റ്റ് പോയിന്റ് വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ. അപ്പൊ നമുക്ക് പറയാം വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. വെർട്ടിക്കൽ പ്ലെയിൻ ആയത് എന്തായാലും ഇതിന്റെ താഴായിരിക്കും സെന്റർ ഓഫ് പ്രഷർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസറിൽ അഥവാ 0.5 ഡിയിലും താഴെ ഉണ്ടെങ്കിൽ അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെ 0.5 ഡിയിൽ കൂടുതലാണ്. 4ൽ ഏത് ആൻസറും വരാം. CP എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ is equal to ICG. അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ഡിവൈഡഡ് ബൈ AH പ്ലസ് H ആണെന്ന് പറഞ്ഞു. പ്ലസ് H വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? സർക്കിളിന്റെ ഒരു ഈ സെൻട്രലിലൂടെ ഒരു ആക്സിസ്, ICGയിലൂടെ ഒരു ആക്സിസ് പോകുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CGയിലൂടെ ഒരു ആക്സിസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? നമ്മൾ പഠിച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? 5/64 d⁴. 5/64 d⁴. ഓക്കെ, സോ 5/64 d⁴ ഡിവൈഡഡ് ബൈ ഏരിയ. എന്താണോ സർക്കിളിന്റെ ഏരിയ എന്താ വരുന്നത്? പ്ലെയിൻ ഏരിയ എന്താ വരുന്നത്? 5/4 d² ഇൻറ്റു H എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ്. എത്രയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത്? d/2. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത് d/2 പ്ലസ് d/2 പ്ലസ് H എന്ന് പറഞ്ഞാൽ d/2. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പൈ ഗെറ്റ് ക്യാൻസൽഡ്. Then d⁴ d²d ബാക്കിയുടെ d മാത്രം വരും. 4 × 2 8. 8 64 ബാക്കിയ ബാക്കി 8. So that's equal to നമുക്ക് എന്ത് കിട്ടും? d/8 plus d/2 which is equal to
ഇവിടെ 4 കൊണ്ട് വെച്ചാൽ 4dd 5d ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടും. ഓക്കെ, 5d ഡിവൈഡ് ബൈ 8 എന്താണ് കിട്ടുന്നത്? 50/8 എത്രയാണ്? 50/8 എന്ന് പറയുമ്പോൾ നമുക്ക് 6 × 8 48 42 ബാക്കി 20 20ൽ 0.25 അല്ലെ? 0.25. സോ 6.25. So 0.625. കാരണം നമ്മൾ 50 ആണ് എടുത്ത് 5 എടുക്കുമ്പോൾ 0.625. So that's equal to 0.625d. So that's equal to 0.625d. So that's equal to 0.625d. Option A is our answer. 0.625d. Okay, clear? അപ്പോൾ നമ്മൾ ഏത് വന്നാലും ഈ രീതിയിൽ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ഈക്വേഷൻസ് പഠിച്ചു വെക്കുക. H bar is equal to ICGH/H. ഇനി ഇതിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ചോദിച്ചാൽ എന്താ ഇക്വേഷൻ വരിക? റോ ജി എച്ച് ഇൻറ്റു ഏരിയ. റോ എടുക്കുക, എത്രയാണോ വാല്യൂ എങ്കിൽ അത് ജി എന്ന് പറയുന്നത് എടുക്കുക, എച്ച് എന്ന് പറയുന്നത് d/2 ആണ്, എ എന്ന് പറയുന്നത് π/4 d². അത് കൊടുത്താൽ നിങ്ങൾക്ക് ഏതും കിട്ടും. നമുക്ക് ഇവിടെ ടോട്ടൽ ഏരിയ. അപ്പൊ ഇവിടെ റോ തന്നിട്ടില്ല, അതുകൊണ്ട് അത് വേണമെന്നില്ല, നമ്മൾ ഇത് മാത്രം മതി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഈ 15 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പറയല്ല, അതിന്റെ കൂടെ ആ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുത്ത്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലാകുമ്പോൾ ഒന്നുകൂടെ സ്പീഡപ്പ് ചെയ്യണം, കൂടുതൽ ക്വസ്റ്റ്യൻസുകളും കൂടെ ഡിസ്കസ് ചെയ്യണം. നമുക്ക് എന്തായാലും ഈ 15 ക്വസ്റ്റ്യനിൽ അതിന്റെ ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസുകൾ ഇതിൽ ഒരു 15 ക്വസ്റ്റ്യൻ കൂടെ ഈ ടോപ്പിക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഒന്നുകൂടെ സ്പീഡപ്പ് ആയിട്ട് എന്ത് ചെയ്യാം, ചെയ്തു വരാം. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസുകൾ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? പെട്ടെന്ന് റിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ ഡൗട്ടുകൾ ആർക്കും ഇല്ലല്ലോ? ഒരു സജഷൻ ആഷിൽ പറ. അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ പറഞ്ഞോ. ചാറ്റ് ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. പറ ആഷിൽ പറ. പറ, കേൾക്കുന്നുണ്ട്. ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ PDF ആയിട്ട് തരുവായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ ക്ലാസ് കൂടുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ PDF ആയിട്ട് നേരത്തെ നമുക്ക് തരാം. ഓക്കെ, നമുക്ക് ഒരുപാട് നേരത്തെ, കാരണം ഇപ്പൊ പെട്ടെന്ന് എക്സാം വന്നുകൊണ്ട് തന്നെ സ്റ്റാഫ് ആ ദിവസങ്ങളിലായിരിക്കും ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നാലും ഒരു 2 മണിക്കൂർ മുമ്പ് 2-3 മണിക്കൂർ മുമ്പ് തരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനുള്ള സമയം. ആയിക്കോട്ടെ, ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങളെ ഇതിലിടാം, ആപ്പിലോ എവിടെ വെച്ചാൽ അപ്ലോഡ് ചെയ്യാം. PDF ആയിട്ട്. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം സംഭവം. ദെൻ ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞത് കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് നേരത്തെ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുപാട് നേരത്തെ പോസിബിൾ അല്ല, കാരണം നിങ്ങൾക്കറിയാം എക്സാം പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസുകൾ സ്റ്റാഫ് അന്ന് രാവിലെ എടുത്തിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചൊരു 1-2 മണിക്കൂർ മുമ്പ് അവർ റെഡിയാക്കിയ ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ദെൻ ബാക്കിയൊന്നും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആപ്പിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അടുത്ത FM-ന്റെ സെഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ ചോദിക്കുക. നാളെ നിങ്ങൾക്ക് എൻവയോൺമെന്റിലാണ്. നിങ്ങൾക്കറിയാം എൻവയോൺമെന്റിന്റെ പ്രത്യേകത എത്രയാണെന്നുള്ളത്. 35 മാർക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് എൻവയോൺമെന്റിൽ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. എൻവയോൺമെന്റിലെ ക്വസ്റ്റ്യൻസുകൾ, എൻവയോൺമെന്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിലിട്ട സബ്ജക്ട്. എൻവയോൺമെന്റിൽ ഒരുപാട് നമ്മൾ ഒരാഴ്ചയിൽ ഒരു 1-2 രീതിയിൽ തന്നെ എൻവയോൺമെന്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ എന്ത് ചെയ്യുക, എന്തായാലും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത സെഷനിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, താങ്ക് യു.